ദൈവസഭയുടെ മേന്മയാന സ്വഭാവം ജയജീവിയന്ത. ദൈവസഭയുടെ ശ്രേഷ്ഠ ഗുണം എന്നത് ജയജീവിതമാകുന്നു. The excellent attribute of the Church of God is the overcoming life. റോമർക്കെഴുതിന നിരൂപം 8-ാം അധികാരം 37-ാം വചനത്തെ വാസിപ്പോ. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 37-ാം വാക്യം വായിക്കാം. Let's move on to Romans chapter 8 verse 37. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. Nay, in all these things we are more than conquerors through him that loved us. இவை எல்லாவற்றிலேயும் நாம் நம்மில் அன்பு கூறுகிறவராலே முற்றும் ஜெயம் கொள்ளுகிறவர்களாய் இருக்கிறோமே. മുറ്റും ജയം കൊള്ളുകയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. We are all together conquerors. ദേവസഭയുടെ മേന്മയാന സ്വഭാവം ജയജീവിയന്ത. ദൈവസഭയുടെ ശ്രേഷ്ഠ ഗുണം എന്നത് ജയജീവിതമാകുന്നു. The excellent attribute of the Church of God is the overcoming life. ജയത്തുക്കാக ദേവൻ നമ്മെ അழைത്ത. നമ്മെ വിളിച്ചത് ദൈവം ജയത്തിനു വേണ്ടിയാകുന്നു. God has called us unto victory. നമ്മുടെ യേശു ജയാളി. നമ്മുടെ യേശു ജയശാലി. Our Jesus is a conqueror. യേശു சொன்னார், நான் ஜெயித்தேன், ஆனபடியினால் நீங்களும் ஜெயிக்கல. യേശു അരുളി ചെയ്യുന്നു, ഞാൻ ജയിച്ചു, അതുകൊണ്ട് നിങ്ങൾക്കും ജയം സാധ്യം. Jesus said, I overcame and therefore you too can overcome. இந்த மாம்ச சரீரத்தில், இந்த பொல்லாத உலகத்தில் தேவ கிருபையினால் ഒരു ജയജീവിയം ചെയ്യ മുടിയും. ഈ ദുഷ്ടലോകത്തിൽ, ഈ ജഡശരീരത്തിൽ ദൈവത്തിന്റെ കൃപയാൽ ഒരു ജയജീവിതം എന്നത് സുസാധ്യം തന്നെ. In this wicked world, in this mortal body, a victorious life is quite possible. വെളിപ്പെടുത്തൽ 2-3 അധികാരങ്ങളിൽ വാസിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകത്തിലെ 2-3 അധ്യായങ്ങൾ നാം വായിച്ചാൽ, as we turn to the book of Revelation chapters 2 and 3, 7 സഭകളെ കുറിച്ച് വാസിക്കുന്നു. അവിടെ നാം 7 സഭകളെ കുറിച്ച് വായിക്കുന്നുണ്ട്. there we read about 7 churches. அந்த 7 സഭകളിലും ജയം കാണപ്പെട്ടതാക നാം പാർക്കുന്നു. ആ 7 സഭകളിലും ജയം കാണപ്പെട്ടു എന്ന് വായിക്കുന്നു. It is mentioned that in all the 7 churches victory was available. അവരെല്ലാം ജയജീവിയத்துக்கென்று തങ്ങളെ ഒപ്പുകൊടുത്താர்கள். അവരെല്ലാം ജയജീവിതത്തിനായി തങ്ങളെ അർപ്പണം ചെയ്തിരുന്നു. They surrendered themselves to overcoming life. കടേസിയാക ലവദോക്കിയ സഭയ്ക്ക് ചൊല്ലുമ്പോൾ, ഒടുവിലായിട്ട് ലവോദിക്യ സഭയോട് പറയുമ്പോൾ, Finally, as it is advised to the church of Laodicea, 3-ാം അധികാരം 21-ാം വചനത്തിൻപടി, 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ, according to chapter 3 verse 21, ജയിக்கிறവൻ എന്നോട് കൂടെ என்னுடைய സിംഹാസനത്തിൽ இருக்க അരുൾ ചെയ്യുവൻ. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. to him that overcometh will I grant to sit with me in my throne. ജയിക്കുന്നവൻ, the overcomer. അത് എന്ത് ദേശക്കാരൻ ഭാഷക്കാരൻ എഴുതവില്ല. ഏത് ദേശക്കാരനെന്നോ ഭാഷക്കാരനെന്നോ അവിടെ നിർവചിച്ചിട്ടില്ല. What's the tongue, what's the nationality is not mentioned there. ജയിக்கிறവൻ யாரோ അവൻ അവൾ എന്നോട് കൂടെ என்னுடைய സിംഹാസനത്തിൽ இருக்க അരുൾ ചെയ്യുവൻ. ജയിക്കുന്ന വ്യക്തി താൻ ആരായിരുന്നാലും അവനോ അവളോ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ഞാൻ വരം നൽകും. Whoever is the overcomer, to him, to her, it shall be granted to be with my own throne. தேவஜனமே, ஜெயத்துக்காக தேவன் நம்மை அழைத்தபடியினால் ஜெயஜீவியத்துக்கு இந்த வேளையில் ஒன்று கூட ஆவியாத்ம சரீரத்தை தேவகரத்தில் ஒப்படைத்து കരങ്ങളെ ഉയർത്തി கொஞ்சம் സ്തോത്രം பண்ணுவோம். ദൈവജനമേ, ദൈവം നമ്മെ ജയജീവിതത്തിനായി വിളിച്ചതുകൊണ്ട് നമ്മുടെ ദേഹം, ദേഹി, ആത്മാവിനെ ആ ജയജീവിതത്തിനായി ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരല്പസമയം സ്തോത്രം ചെയ്യാം. Beloved people of God, the Lord has called us unto overcoming life. Therefore, let us surrender bodies, soul and spirit to the hands of God. Lift your hands and praise unto God for a short while. സ്തോത്രം, 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 സ്തോത്രം. ആനപടിയിനാലെത്താൻ ചില വർഷങ്ങൾക്ക് മുന്നമേ തിരുവനന്തപുരത്തിലെ
ചില പരിശുദ്ധവാൻകൾ ചില പാട്ട് കെട്ടിനാറുകൾ. അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുമ്പേ തിരുവനന്തപുരത്ത് ചില വിശുദ്ധന്മാർ ചില പാട്ടുകൾ രചിച്ചു. Therefore, some years ago in Trivandrum, some saints composed some songs. അതിൽ ഒരു പാട്ട് താൻ ജയമെടുത്തോർ നാം തുതിച്ചിടുവോ. അതിൽ ഒരു പാട്ടാണ് ജയമെടുത്തോർ നാം സ്തുതിച്ചിടുവോ. Among them one song is, "We the conquerors, let us praise God." 539 പാട്ട്. നമ്മുടെ സംഗീത ശുശ്രൂഷയിലെ 539 പാട്ട്. The service is Psalm, hymn number 539. ജയം എടുത്തോർ നാം തുതിച്ചിടുവോ. ജയമെടുത്തോർ നാം സ്തുതിച്ചിടുവോ. We the conquerors, let's praise. ജയമെടുത്തവർ താൻ തുതിക്ക മുടിയും. ജയമെടുത്തവർക്ക് മാത്രമേ സ്തുതിക്കാൻ കഴിയൂ. Only the conquerors can praise. ഇന്നേക്ക് മറ്റു സഭയാർ എപ്പടി പാടുகிறார்கள்? ഇന്ന് ആ പാട്ട് മറ്റു സഭയിലുള്ളവർ എങ്ങനെ തിരുത്തി പാടുന്നെന്ന് അറിയാമോ? In which fashion the other denominations sing this song? ദയ ലഭിച്ചോർ നാം തുതിച്ചിടുവോ. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോം എന്നവർ തിരുത്തി. We who got the mercy of God, let's praise God. ദയാവുക്കും ജയത്തുക്കും എവ്വളവും വ്യത്യാസം. ജയത്തിനും ദയയ്ക്കും അജഗജാന്തരമുണ്ടല്ലോ. There's an ocean of difference between victory and grace. ദയ എല്ലാവർക്കും ഉണ്ട്. ദയ എല്ലാവർക്കും ലഭ്യമാണ്. All have got the grace of God. അതുക്ക് നാം പോരാട വേണ്ടിയ ആവശ്യമില്ല. അതിനായിട്ട് നമ്മൾ പോരാടേണ്ട ആവശ്യമൊന്നുമില്ല. Let us not strain for the same. ജയം പെറ വേണ്ടുമാനാൽ എന്നാൽ ജയം പ്രാപിക്കണമെങ്കിൽ However, you not to overcome. അതുക്ക് ക്രയത്തെ കൊടുക്ക വേണ്ടി. അതിനൊരു വില ചെലുത്തണം. You must pay a price. ഈസിയാക പെറ്റുകൊള്ള മുടിയാതെ. എളുപ്പത്തിലൊന്നും അത് ലഭിക്കുന്നതല്ല. You cannot get it freely. അതൊക്കെ ശരിയാക നമ്മുടെ ജീവനെ ക്രയത്തെ കൊടുത്തു താനാകും. നമ്മുടെ ജീവനെ തന്നെ അതിനായി വിലയായി കൊടുത്തേ മതിയാകൂ. You have to pour out your life as a ransom. അനപടിനാൽ വിശ്വാസികൾ യാരും ദയ ലഭിച്ചോർ നാം തുതിത്തിടുവോം എന്ന് പാടാതീങ്ക, ജയം എടുത്തോർ നാം തുതിത്തിടുവോം എന്ന് പാടുവോം. അതുകൊണ്ട് വിശ്വാസികളാരും ഇനിമേൽ ദയ ലഭിച്ചോർ നാം എന്ന പാട്ട് പാടരുത്. അതുള്ളതുപോലെ ജയമെടുത്തോർ നാം സ്തുതിച്ചിടുവോം എന്ന് തന്നെയാണ് പാടേണ്ടത്. Therefore, beloved believers, hereafter let us not to sing we got the grace of God praise, rather as the original song is, we are തിരുവനന്തപുരത്തിലെ written as മസ്കറ്റ് praise. ഹോട്ടലുണ്ട്. മസ്കറ്റ് ഹോട്ടൽ തിരുവനന്തപുരത്തുണ്ട്. In Trivandrum, there's a hotel named അതുക്ക് Muscat. മുന്നാലെ ഇപ്പൊ വാട്ടർ അതോറിറ്റിയും ചൊല്ലി ചില ഓഫീസുകളുണ്ട്. അതിന്റെ മുൻഭാഗത്തായിട്ട് വാട്ടർ അതോറിറ്റി ഓഫീസുണ്ട്. In front of it, water authority office is functioning. അന്ധകാലത്തിൽ അതെല്ലാം വെറും കുടിശ്ശികൾ. അന്ന് ആ സ്ഥാനത്ത് ഓലക്കുടിലുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. In those days, only huts were there. அந்த ஒரு குடிசைய வீட்டில் இருந்து தான் ஒரு பரிசுத்தவான் அந்த பாட்டை கட்டினார். ആ ഒരു കുടിലിൽ പാർത്തുകൊണ്ട് ഒരു വിശുദ്ധൻ രചിച്ചതായ മനോഹര ഗാനമാണിത്. Abiding in one of the cottages, one of the saints composed this നമ്മുടെ ഒരു valuable பெரிய song. பாஸ்டர் சொன்னார், നമ്മുടെ ഒരു വലിയ പാസ്റ്റർ പ്രകാരം പറഞ്ഞു, One of our prominent pastors opined, നീ ഉപവാസം എടുത്ത് 2 പാട്ട് കെട്ടിട്ട് വാ. നീ ഉപവസിച്ച് 2 പാട്ടുണ്ടാക്കിക്കൊണ്ട് വാ. you fast and compose 2 songs. ജെബിത്ത് അനപ്പിന തന്നെ പ്രാർത്ഥിച്ചയച്ചു. He was prayed off by Sunday. അവർ 4 പേർ പോനാർ. 4 പേർ പോയി. 4 people quit. അതിൽ ഒരുവർ കെട്ടിന പാട്ട് താൻ ജയം എടുത്തോർ നാം തുതിത്തിടുവോ. അതിൽ ഒരു വ്യക്തി രചിച്ച ഗാനമാണ് ജയമെടുത്തോർ നാം സ്തുതിച്ചിടുവോ. Which one composed this song? We the conquerors, let's praise God. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to the Lord. എല്ലാവർക്കും ദയവുണ്ട്. ദയ എല്ലാവർക്കും ലഭ്യമാണ്, കൃപയും ലഭ്യമാണ്. All have the grace of God. കൃപയിനാല് വിശ്വാസത്തെ കൊണ്ട് നാം രക്ഷിക്കപ്പെട്ടു. കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. By grace, through faith, we have been saved. കുരുടൻ യേശുവെ പാർത്ത്, ഒരു അന്ധൻ യേശുവിനോട്, The blind man looked unto Jesus. ആണ്ടവരേ ഇറങ്ങുമെന്ന് சொன்ன വേളയിൽ ദേവൻ ഇറങ്ങിന. കർത്താവെ കരുണയുണ്ടാകണമെന്ന് അപേക്ഷിച്ച മാത്രയിൽ കർത്താവ് അവനോട് കരുണ കാണിച്ചു. He pleaded, "O God, have mercy upon me." The same moment, God did it. ആണ്ടവരേ എന്നെ രക്ഷിയുമെന്ന് ചൊല്ലുമ്പോൾ അവർ രക്ഷിപ്പ. കർത്താവെ എന്നെ രക്ഷിക്കണമെന്ന് നിലവിളിച്ചാൽ കർത്താവ് തീർച്ചയായും രക്ഷിക്കും. As soon as we cry to the Lord, "O Lord, save me," indeed, He will save us. ஆனால் പക്ഷേ However,
எனக்கு ஜெயம் தாரும் சொன்ன உடனே ஜெயம் ஒன்றும் கிடைக்காது. എനിക്ക് ജയം തരണമെന്ന് ചോദിച്ചാൽ ഉടനെ ആ ജയം എടുത്ത് തരുന്നില്ല. Oh Lord, command me victory. Immediately it's not responding. നീ പോരാടണം. അതിന് പക്ഷേ നീ പൊരുതണം. For which you have to wage a battle. സ്പോർട്സിൽ പാർக்கிறோமே, നാം കായിക രംഗത്ത് കാണുന്നുണ്ടല്ലോ. We observe the sports field. പോരാടി പോരാടി താൻ ജയത്തെ പെറ്റുകൊള്ളുക. അവർ എത്രയോ മത്സരിച്ച് പോരാടിയാണ് ആ വിരുദ് ജയം നേടുന്നത്. Many people strive, compete, fight, win the prize. படிக்கிற பிள்ளைகளை பாருங்க, പഠിക്കുന്ന எவ்வளவும் போராடி போராடி தான் ஜெயத்தை பெற்று. വിദ്യാർത്ഥികളെ നോക്കുക, അവരെന്തുമാത്രം പൊരുതിയാണ് ജയം നേടുന്നത്. Observe the children who pursue education. They too wage battle and win victory. போராடாவிட்டால் ஜெயத்தை பெற்றுக்கொள்ள முடியாது. പൊരുതാത്തവന് ജയം ലഭ്യമല്ല. If there is no fight, no victory at all. ஆண்டவரே எனக்கு ஜெயத்தை தாரு என்று നീ ജപിച്ചാൽ ഒന്നും ജയം கிடைக்காது. കർത്താവേ എനിക്ക് ജയം തരണമെന്ന് ചോദിക്കുമ്പോൾ ഉടനെ നിനക്ക് ജയം ലഭിക്കുന്നില്ല. If you played unto God, oh God, give me victory, immediately it's not to give. ஆனபடியினால் தான் ஆண்டவர் சொன்னார். അതുകൊണ്ടാണ് കർത്താവ് അരുളി ചെയ്യുന്നത്. That's why the Lord himself has stated it. விசுவாசத்தின் நல்ல போராட்டத்தை போராடு, நித்திய ஜீவனை பற்றிக்கொள், அதற்காக நீ அழைக்கப்பட்டாய். വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനായിട്ടല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. Do the good fight of faith, hold fast to hold faith, therefore for which you have been called. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. ஆகையால் இந்த கன்வென்ஷனிலும் மேலும் நாம் எல்லோரும் ஜெயாளிகளாக மாற்றப்பட வேண்டும். ആകയാൽ ഈ കൺവെൻഷൻ നിമിത്തമായി തുടർന്ന് നാം എല്ലാവരും ജയാളികളായി മാറണം. Therefore through this convention we all should become conquerors. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to God. முற்றும் ஜெயம் கொள்ளுகிறோம். പൂർണ്ണ ജയം പ്രാപിക്കുന്നു. All together victory. எல்லா விஷயத்திலும் ஜெயத்தை பெற்றுக்கொள்ளும். സകല മേഖലയിലും ജയം പ്രാപിക്കുന്നു. In every aspect there is victory. அதுக்கேற்ற பிரமாணங்கள் தேவன் தந்திருக்கிறார். അതിനേറ്റതായ ഉപദേശ പ്രമാണങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. The Lord has granted us the required doctrines. ரோமர் 8 அதிகாரம் என்று சொல்லும்போது റോമർക്ക് എഴുതിയ ലേഖനത്തിലെ 8-ാം അധ്യായം എന്ന് പറയുമ്പോൾ Romans chapter 8 is அது ஆவியின் பிரமாணங்களை குறித்து எழுதுகிற ஒரு அதிகாரம். ആത്മാവിന്റെ പ്രമാണങ്ങൾ പരാമർശിക്കുന്ന ഒരു അധ്യായമാണത്. it's a chapter that speaks about the spiritual doctrines. ஆவியின் பிரமாணங்கள் 7. ആത്മാവിന്റെ പ്രമാണം 7. The spiritual doctrines are 7. 8 அதிகாரம் 1 வசனம். 8-ാം അധ്യായം 1-ാം വാക്യം. Chapter 8, the first verse. ஆவியில் நடப்பது. ആത്മാവിനെ അനുസരിച്ച് നടക്കുക. Walking according to the Spirit. இரண்டாவது பிரமாணம் 8:6. രണ്ടാമത്തെ പ്രമാണം 8-ന്റെ 6. Second law mentioned in chapter 8 verse 6. ஆவியில் சிந்திப்பது. ആത്മാവിന്റെ ചിന്ത. Spiritually minded. மூன்றாவது பிரமாணம், മൂന്നാമത്തെ പ്രമാണം Third law, ஆவியினால் உயிர்ப்பிக்கப்படுவது. ആത്മാവിനാൽ ജീവിപ്പിക്കപ്പെടുക. being raised in the Spirit. 9 வசனத்தில் வாசிக்கும். 9-ാം വാക്യം. It's mentioned in verse 9. ഇനി 12-13 വസനങ്ങളിൽ വാസിക്കുമ്പോൾ ആവിയിനാൽ ശരീരത്തിൻ ചെയ്കകളെ അഴിക്ക വേണ്ടും. 12-13 വാക്യങ്ങളിൽ അടുത്തത് കാണുന്നുണ്ട്. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക. Verses 12 and 13 speak about the mortification of the work of the spirit flesh. 8-ാം അധികാരം 14-ാം വസനത്തിൻപടി ആവിയിനാൽ നടത്തപ്പെടുவது. 8-ന്റെ 14 വായിക്കുമ്പോൾ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നു. 8-14 being led by the Spirit. 8-ാം അധികാരം 26-ാം വസനത്തിൽ വാസിக்கிறோம். 8-ന്റെ 26-ാം വാക്യത്തിൽ വായിക്കുന്നു. 8 verse 26. ആവിയിനാൽ മറ്റുള്ളവർക്കാக ജപിയുங்கள். ആത്മാവിനാൽ മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിക്കുക. Make intercession by the Spirit. 27-ാം വസനത്തിൽ 7-ാമത് പ്രമാണം. 27-ാം വാക്യത്തിൽ 7-ാമത്തെ പ്രമാണം. Seventh law is mentioned in verse 27. ആവിയിനാൽ വേണ്ടുതൽ ജപം ചെയ്வது. ആത്മാവിനാൽ പക്ഷപാതം ചെയ്യുക. Make intercession by the Spirit. இந்த பிரமாணத்தின்படி நீ ஜீவித்தால், ഈ പ്രമാണങ്ങൾക്ക് അനുസൃതമായി നീ ജീവിച്ചാൽ, If you hold fast to these laws, நீ ஜெயத்தை பெற்றுக்கொள்ளல. നീ ജയം പ്രാപിക്കും. you can become a conqueror. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to God. அப்போ அதனால தான் ഗലാത്യർ 5-ാം അധികാരം 16-17 വസനങ്ങളെ വാസിക്കുമ്പോൾ അതുകൊണ്ടാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ Wherefore when we come to Galatians chapter 5 verses 16 and 17. ആവിക്ക് ഏറ്റപടി നടന്നുകൊള്ളുങ്ങൾ, അപ്പോഴത് മാംസ ഇച്ഛയെ നിറവേറ്റാമിൽ ഇരുപ്പീർ. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ ജഡത്തിന്റെ അഭിലാഷങ്ങളെ നിറവേറ്റുകയില്ല. Walk in the Spirit, then ye shall not fulfill the lust of the flesh. ആവിക്ക് ഏറ്റപടി നടന്നുകൊള്ളുക. ആത്മാവിനെ അനുസരിച്ച്
അനുസരിച്ച് നിങ്ങൾ നടക്കുവിൻ. Walk according to the Spirit. പ്രമാണത്തിൻപടി ജീവിത്താൽ ജയജീവിയം മികവും എളിമയാണത്. പ്രമാണപ്രകാരം ജീവിക്കുന്നവർക്ക് ജയജീവിതം സുലഭം. If you exercise this law in your life, victorious life is quite possible. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to God. ട്രെയിനുക്ക് പ്രമാണമുണ്ട്. തീവണ്ടിക്ക് അതിന്റെ പ്രമാണമുണ്ട്. The train has got its own law. 2 തണ്ടവാളം, 2 പാളം, 2 rails, അകലം 1.25 മീറ്റർ. ബ്രോഡ്വേ വീതി എന്ന് പറയുന്നത് 1.25 മീറ്റർ. അത് ബ്രോഡ്വേക്കുള്ള വീതിയാണ്. Broadway, the width is 1.25 quarter meters. മുന്തി മീറ്റർ ഗേജ് ഇരുന്നത് 1 മീറ്റർ. മുൻകാലങ്ങളിൽ മീറ്റർ ഗേജ് ആയിരുന്നു, അതിന്റെ വീതി 1 മീറ്റർ. Formerly meter gauge was there, the width was Apo, 1 meter. அந்த அகலம் எங்கு போனாலும் மாறக்கூடாது. ഈ വ്യത്യാസം, പാളങ്ങൾ തമ്മിലുള്ള ഈ അകൽച്ച, അത് എവിടെ പോയാലും മാറ്റമില്ലാതെ തുടരണം. This distance throughout the journey, it's the same. அப்படி இருந்தால் இந்த ட்ரெயின் துவக்கத்தில் இருந்த சந்தோஷத்தில் முடிவு வரைக்கும் பயணம் செய்து ஜெயத்துடன் பயணத்தை முடிக்கலாம். അങ്ങനെയെങ്കിൽ ഈ തീവണ്ടി താൻ ആരംഭിച്ചതായ യാത്രയെ അതേ സന്തോഷത്തോടുകൂടെ തുടർന്ന് ജയത്തോടുകൂടെ പര്യവസാനിപ്പിക്കും. If that being so, from the boarding point to the destination, this train shall successfully carry out the journey. தேவன் நமக்கு ஆவியின் பிரமாணங்கள் தந்திருக்கிறார். സമാനമായ നിലയിലാണ് ദൈവം നമുക്ക് ആത്മീക പ്രമാണങ്ങൾ തന്നിട്ടുള്ളത്. So also the Lord has granted us spiritual അപ്പോസ്തലിക laws. ഉപദേശങ്ങളും തന്നിருக்கிறார். അപ്പോസ്തലിക ഉപദേശങ്ങൾ തന്നിരിക്കുന്നു. God has given us അതിൻപടി apostolic നാം doctrines. ജീവിച്ചാൽ, അതിനൊത്തവണ്ണം നാം ജീവിക്കുന്നെങ്കിൽ, If we follow the same, ലേസാக ജീവിക്ക முடியாது. അത് ജീവിക്കുന്നത് എളുപ്പമാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. don't think that can be done easily. ദൈവിക സുഖം, ദൈവിക രോഗശാന്തി, Divine healing, ക്രിസ്തുവുക്കാக പാടുപെടുவது, ക്രിസ്തുവിനായി കഷ്ടം സഹിക്കുക, suffer for the sake of Christ, വിശ്വാസ ജീവിതം, വിശ്വാസ ജീവിതം നയിക്കുക, faith life, കടൻ വാങ്ങാமல் ജീവിപ്പത്, കടം വാങ്ങാതെയുള്ള ജീവിതം, leading a life without കടൻ borrowing. വാങ്ങാமல் ജീവിக்கிறவங்க കരങ്ങളെ ഉയർത്ത சொன்ன എത്ര പേരുടെ കരം തലയ്ക്ക് മേലെ വരും. കടം വാങ്ങാതെ ജീവിക്കുന്നവർ കൈ ഉയർത്താൻ പറഞ്ഞാൽ എത്ര പേർ ജീവിക്கிறாங்க. ചിലരൊക്കെ ഉണ്ടെങ്കിലും എത്ര പേർ ധൈര്യത്തോടെ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കാൻ കഴിയും? ഉയർത്ത വേണ്ട. Those who live with that borrowing, if you ask you to lift your hands, how many will lift up your hands? ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to the Lord. ஒரு பைசா கடன் இல்லாமல் இந்த பூமியில் குடும்ப வாழ்க்கையை நடத்தலாம். உன் பிள்ளையை படிக்க வைக்கலாம், உன் பிள்ளையை கல்யாணம் பண்ணி கொடுக்கலாம், നീ വീട് കെട്ടലാം, എല്ലാം ചെയ്യലാം, കടനേ ഇരാത്. ഒരു നയാ പൈസയുടെ കടം പോലും ഇല്ലാത്ത നിലയിൽ കുടുംബജീവിതം നയിക്കാം, വീട് വെക്കാം, മക്കളെ പഠിപ്പിക്കാം, അവരെ വിവാഹം കഴിപ്പിക്കാം. കടമില്ലാത്തൊരു ജീവിതം നിനക്ക് സാധ്യമാണ്. Without the debt of even a penny, you can educate your children, you can conduct the marriage of your children, you can build your houses, anything can be done. ഉന്നെ ഞാൻ വാലാക്കാமல் തലയാക്കുവേൻ, നീ കീഴാകാமல் മേലാവാய், നീ കടനെ വാങ്ങാമൽ കടനെ കൊടുപ്പായ്. ഞാൻ നിന്നെ വാലല്ല തലയാക്കും, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, നീ താഴ്ച പ്രാപിക്കുകയില്ല. നീ വായ്പ വാങ്ങുകയില്ല, നീ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും. I'll make you the head, not the tail. You will never borrow, you will lend, you will never be abased, you will be lifted up. എൻ്റെ അറിവിൻപടി എത്രയോ എത്രയോ പേർ കടനിൽ മുഴുകിനവங்க, ചിലർ தற்கொலை செய்ய போனவங்க. ஆனால் அப்படிப்பட்ட அந்த நிர்பந்தமான நிலைமையில் இருந்து விடுதலையை பெற்று தற்கொலை செய்யாமல் தேவனுடைய வசனத்தை ஏற்றுக்கொண்டு பிரமாணத்தின்படி ஜீவித்தபடியினால் இன்றைக்கு அவர்கள் கோடீஸ்வரராக ജീവിக்கிறார்கள். എനിക്ക് എത്രയോ പേരെ അറിയാം, കടക്കിണിയിൽ വല്ലാതെ മുങ്ങിത്താണ് ഒടുവിൽ നിരാശപ്പെട്ട് ആത്മഹത്യ ചെയ്താലോ എന്നുവരെ ചിന്തിച്ചവർ. പിന്നീട് അവർ ദൈവവചനത്തെ സ്വീകരിച്ച് ആ പ്രമാണപ്രകാരം ജീവിച്ച് കടക്കിണിയിൽ നിന്നെല്ലാം വിടുവിക്കപ്പെട്ട് അവർ കോടീശ്വരന്മാരായി മാറിയത് എനിക്കറിയാം. I know the cases of many people who got plunged into bankruptcy. There was no alternative. They were at the point of suicide. Thereafter, they sought the Lord. They praised the Lord. They relieved of the bankruptcy. They had become millionaires now. നീ ജയാളിയായി ജീവിക്കുമ്പോൾ ഉനക്ക് തേവയാണ് എല്ലാവറ്റേയും ദേവൻ തന്തരുളുക. നീ ഒരു ജയശാലിയായി ജീവിക്കുമ്പോൾ നിന്റെ ആവശ്യങ്ങളെല്ലാം നിന്റെ ദൈവം നിനക്ക് പൂർത്തീകരിച്ചു തരും. As you accomplish and overcome your life, the Lord is able to fulfill all your needs. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to God. அப்படி ஜெயஜீவியம் செய்ய வேண்டுமானால் ഇങ്ങനെ ഒരു ജയജീവിതം നയിക്കണമെങ്കിൽ Thus, in order to accomplish such முதலாவது an overcoming இந்த life, பிரமாணத்தின்படி ஜீவிக்கணும். ആദ്യമായിട്ട് ഈ പ്രമാണപ്രകാരം ജീവിക്കുക. fundamentally, you must hold fast these laws. ஒன்று
8-ാം അധികാരം 1-ാം വചനത്തിൽ ആവിയിൽ നടക്കണം. ആത്മാവിനെ അനുസരിച്ച് നടക്കുക. 8-ാം അധ്യായം 1-ാം വാക്യപ്രകാരം. Chapter 8, the first verse says, walk according to the രണ്ടാമത് Spirit. ആവിയിൽ ചിന്തയുള്ളവരാകെ മാറ്റപ്പെടും. രണ്ടാമതായി ആത്മാവിന്റെ ചിന്തയുള്ളവരായി മാറുക. Secondly, be spiritually minded. உன்னுடைய சிந்தையெல்லாம் எப்படி இருக்கிறது? നിന്റെ ചിന്ത ഏത് നിലയിലാണ് കാണപ്പെടുന്നത്? What about the state of your mind? അന്യ ചിന്തകൾ വരാமல் ആവിയിൽ ചിന്തയിൽ നാം ജീവിക്കാൻ முடியும். അന്യമായ ചിന്തകൾക്ക് ഇടം കൊടുക്കാതെ ആത്മാവിന്റെ ചിന്തയിൽ നാം ജീവിക്കണം. Without giving room for strange thoughts, ചില without വേളയിൽ keeping ourselves in the ചില spiritual thoughts. സന്ദർഭ സൂഴ്நிலைയിൽ ചില ബലവീനങ്ങൾ തോൽവികൾ വരലാം. ചില സന്ദർഭങ്ങളിൽ സാഹചര്യങ്ങളിൽ ദൗർബല്യങ്ങളോ തോൽവികളോ വന്നേക്കാം. In certain contexts and situations, sometimes failures and weaknesses സോർന്നു might come. പോകാതെ എന്നാലും മടുത്തു പോകരുത്. Be not dismayed. 1 യോവാൻ 1-ാം അധികാരം 8-9 വചനങ്ങളെ വാസിക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 8-9 വാക്യങ്ങൾ വായിച്ചാൽ, Coming to 1 John chapter 1, verses 8 and 9. எனக்குள் பாபமில்லை என்போமானால் உன்னே நீயே வஞ்சிக்கிறாய். உன் பாபங்களை அறிக்கையிட்டால் அவகளை மன்னிக்க நான் உண்மையும் നീതിയുമുള്ള ദേവനായിരിക്കും. നമുക്ക് പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിലോ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പൊക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. If we say that we have no sin, indeed we are deceiving ourselves. On the contrary, if we confess our sins unto the Lord is faithful just and not to cleanse and forgive all our sins. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. അതിനാലെത്താൻ ഞാൻ അടിക്കടി ചൊല്ലുന്നത് പോലെ, ഞാൻ കൂടെ കൂടെ പറയുന്നത് പോലെ, That's why often I would say, இன்னைக்கு சின்ன சின்ன பிள்ளைகளும் கூட அந்த ஸ்தோத்திர பலியை ஏறெடுத்து அவருடைய ஸ்கூல் பரீட்சையிலும் அவருடைய ஃபீஸுக்கும் அவருடைய எல்லா കാര്യத்துக்கும் പെറ്റോറുകൾക്ക് ഒരു കഷ്ടത്തെ കൊടുക്കാമൽ ചിന്ന കുഴന്തകൾ ജീവിക്കാറ്. ഇന്ന് കൊച്ചു കുട്ടികൾ പോലും മാതാപിതാക്കൾക്ക് ഒരു പ്രയാസം വരുത്താതെ അവരുടെ വിദ്യാഭ്യാസത്തിനേറ്റതായ ഫീസായാലും പരീക്ഷയുടെ ജയമായാലും അവർ സ്തോത്രം ചെയ്ത് ജയമെടുത്ത് അവർ കാര്യങ്ങളെ കണ്ണേടുന്നു. today even small children, without giving any trouble to their parents, with regard to the education or even to the faith, they praise God, fulfill all their needs. അതാ റോമർ 8:26. റോമർ 8:26 പ്രമാണമാണത്. That is what is mentioned in Romans chapter 8, verse 26. ആവിയിൽ ജോമുണ്ടത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കുക. As you pray, do it in ആവിയിൽ prayer. സ്തോത്രം ഉണ്ടത്. ആത്മാവിൽ സ്തോത്രം ചെയ്യുക. As you praise, do it in the spirit. ഇന്നും പ്രശ്നങ്ങൾ പെരുകുമെന്ന് നിങ്ങൾക്ക് തെരിയും. പ്രശ്നങ്ങൾ ഇനി വർദ്ധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാമല്ലോ. We know that the problems are going to multiply. ഇപ്പൊ കൊറോണ വന്നു വിട്ടത്. ഒരു കൊറോണ വന്നു പിടിച്ചു. Now, corona makes its onslaught. ഇനി ഫോട്ടോസ്ഫിയർ എപ്പം വരുമോ തെരിയാ. ഇനി ഫോട്ടോസ്ഫിയർ എപ്പോൾ വരുമോ? We don't know when will this photosphere കൊറോണ appear. എന്ന് കൊറോണ എന്താണ്? What is this corona? ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ. ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ. Photosphere, chromosphere and corona. അതിന്റെ അർത്ഥം എന്ന അർത്ഥം എനിക്ക് തെരിയും. ഞാൻ കൊടുക്കുന്ന അർത്ഥം ഇത് തന്നെ. അതിന്റെ അർത്ഥം എനിക്കറിഞ്ഞൂടാ, പക്ഷെ ഞാൻ കൊടുക്കുന്ന അർത്ഥം ഇതാണ്. I do not know the real meaning, but this is the meaning I attribute. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to God. ഇതേപോലെ ഇനി അനേക പ്രശ്നങ്ങൾ വരും. ഇതുപോലെ ഇനിയും പല പ്രശ്നങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. Even so, many problems are impending. ഭയപ്പെടാതെ. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട. Fear not. നിന്റെ വീട് ജപത്തിൻ വീടായിരുന്നാൽ, സ്തോത്രത്തിൻ വീടായിരുന്നാൽ, നീ ആവിക്കുള്ള ഇരുന്നാൽ, ആവിയിനാൽ ശരീരത്തിൻ ചെയ്തികളെ മരിപ്പിച്ച് ആവിയിനാൽ ഉയർപ്പിക്കപ്പെട്ട് നീ ആവിയിൽ കാണപ്പെട്ടാൽ எந்த வல்லமையும் வறுமையின் வல்லமை, வியாதியின் வல்லமை, பாபத்தின் வல்லமை, அந்தகாரத்தின் வல்லமை, பாதாளத்தின் வல்லமை உன்னை தாக்கவே தாக்காது. അതെ, നിന്റെ വീട് ഒരു പ്രാർത്ഥനാ വീടായിരുന്നാൽ, സ്തോത്രത്തിന്റെ വീടായിരുന്നാൽ, നീ ആത്മാവിൽ നടന്നാൽ, നീ ആത്മാവിൽ നടന്ന് ശരീരത്തിന്റെ പ്രവൃത്തികളെ ആത്മാവിനാൽ നീ മരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് പാപത്തിന്റെ ശക്തിയോ രോഗത്തിന്റെ ശക്തിയോ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിന്റെ ശക്തിയോ നിന്റെ കുടുംബത്തെ ആക്രമിക്കാൻ സാധ്യമല്ല. If your house remains a house of praising, thanksgiving unto the Lord, prayer, to keep yourself in the Spirit of God, by the Spirit mortify all the works of the flesh, then no more power of sin, sickness, curse, you'll be a house shall be പല victory. വീടുകൾക്ക് വിരോധமாக ശത്രുക്കൾ പല മന്ത്രം ചെയ്താർ. നമ്മുടെ പലരുടെയും വീടുകൾക്ക് വിരോധമായിട്ട് ശത്രുക്കൾ പല ആഭിചാരങ്ങൾ ചെയ്തു. Against many houses, people just ഒരു play മന്ത്രം witchcraft. മുട്ടയെ കൊണ്ടുവന്ന് വയ്ത്താൻ. ഒന്ന് മുട്ട ഉപയോഗിക്കുന്ന മുട്ടക്കൂടോത്രമാണ്. In one spell, an egg was kept. വിശ്വാസി ആ മുട്ട വീട്ടുവാസിൽ കിടക്കുന്ന ഒരു മുട്ട, കോഴിമുട്ട.
വിശ്വാസിയുടെ വീട് വാതിൽക്കൽ ഒരു കോഴിമുട്ട. An egg was kept at the threshold of a believer. അവരത് എടുത്ത് അവിച്ച് സ്തോത്രം പണി സാപ്പിട്ട് താനത് പുഴുങ്ങി സ്തോത്രം പറഞ്ഞു വിഴുങ്ങി. He took it, boiled it, praised the Lord and had it. ആണ്ടവരേ, ഏലിയാവെ പോഷിച്ച ദേവൻ മുട്ടയിനാൽ എന്നെ പോഷിത്തീർ, നാളേക്കും ഒരു മുട്ട വരണം. ഏലിയാവിനെ പോഷിപ്പിച്ച ദൈവമേ, എനിക്ക് ഇന്നൊരു മുട്ട കിട്ടി, നാളെയും കിട്ടണമേ. He thanked God, the Lord who fed Elijah, today he fed on me, but give me tomorrow also. ആരോഗ്യവാനാക ഉയിരോട് ഇരിക്കുക. തനിക്ക് ഒരു കുഴപ്പവും സംഭവിച്ചില്ല, വളരെ ആരോഗ്യത്തോടെ ഇന്നും ജീവിച്ചിരിക്കുന്നു. He was not at all harmed, still he remains hale and hearty. ഇനി ഒരുവന്റെ വീട്ടുക്ക് മുന്നാലെ ലൈം കൊണ്ടുവന്ന് വയ്ത്താങ്ക. അതിൽ കൊഞ്ചം കർപ്പൂര എല്ലാം ഇരുന്നത്. ഒരു വ്യക്തിയുടെ വീടിന് മുൻപാകെ ഒരു ചെറുനാരക കൊണ്ടുവച്ചു, അതിൽ അല്പം കർപ്പൂരമൊക്കെ ഉണ്ടായിരുന്നു. A lime smeared with a camphor was kept before the door of another person. അവർ മനവിക്ക് சொல்லவில்லை. തന്റെ ഭാര്യയോട് പറഞ്ഞില്ല. He did not inform this to his wife. കാരണം മനവി കൊഞ്ചം ബലവീനന്ത. ഭാര്യ അല്പം ദുർബലയാണ്. Because wife was weak-minded. ആണ്ടവരെ சொன்னார், സ്ത്രീകൾ ബലവീന പാണ്ഡം. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്ത്രീജനം ബലഹീന പാത്രം. The Lord himself said that women are weak vessels. ഭയപ്പെടുമെന്ന് നിனைத்து താൻ പേടിക്കുമെന്ന് കരുതിയിട്ട് On the ground that she would be frightened, പറഞ്ഞില്ല. അവർ he നല്ല did not inform her. അത് ആ ചെറുനാരങ്ങ നന്നായി കഴുകി He washed that lemon, മനവി கிட்ட சொன்னாங்க, ഭാര്യയോട് പറഞ്ഞു, told his wife, உடம்பெல்லாம் ரொம்ப சூடா இருக்கு, நான் ஒரு லைன் வாங்கிட்டு வந்துடுறேன், கொஞ்சம் அது வெட்டி ലൈൻ പൊട്ട്. ശരീരം വല്ലാതെ ചൂടായിരിക്കുന്നു, ഒരു ചെറുനാരങ്ങ മേടിച്ചു, അതൊന്ന് മുറിച്ച് എനിക്കൊരു നാരങ്ങ പിഴിഞ്ഞ് കൊണ്ടുപോവാം. temperature is so high, I bought a line, come on, make it മനവിക്ക് juice. தெரியாது. ഭാര്യയ്ക്ക് കാര്യമറിയില്ല. She doesn't understand the truth. അത് സാപ്പിട്ട താൻ ആ നാരങ്ങാ വെള്ളം കുടിച്ചു. He had that lime juice. ഒരു പ്രശ്നയുമില്ല. തനിക്കൊരു കുഴപ്പവുമില്ല. No problem at all. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to God. ഇനി ഒരു വിശ്വാസ വീട്ടുക്ക് ഒരു വിശ്വാസിയുടെ വീട്ടുക്ക് വിരോധമാകെ വേറൊരു വിശ്വാസിയുടെ വീടിന് വിരോധമായി Against another faith home. ഇவ்வளവും തണ്ണീരിൽ മന്ത്രവാദി ഇറങ്ങി നിന്നിട്ട് ഒരു മന്ത്രവാദി നെഞ്ചോളം വെള്ളത്തിൽ ഇറങ്ങി നിന്നു. The magician plunged up to his chest level water. മുഴുവതും രാത്രി മുഴുവൻ Throughout the night, മന്ത്രം ചെയ്തുകൊണ്ടേയിരുന്നു. താൻ ക്ഷുദ്രപ്രയോഗം he നടത്തിക്കൊണ്ടിരുന്നു. was spelling the charm. പിശാച് വന്ന ദുരാത്മാവ് വന്നു, Evil spirit മൈ came in. കൊടുത്ത മൈ ആ മഷി കൊടുത്തു. He gave the ink. അവരുടെ വീട് ഒരു പാവപ്പെട്ട വീട്, കുടിസിയ വീട്. എന്നാൽ ആർക്ക് വിരോധമായി മന്ത്രവിവാദം ചെയ്തുവോ ആ വ്യക്തി ഒരു ദരിദ്രനാണ്, ഒരു ചെറ്റക്കുടിലിൽ പാർക്കുന്ന വ്യക്തിയാണ്. He was a poor person dwelling in a cottage. അതൊരു വിഷയത്തുക്കാകും. ഒരു പ്രത്യേക കാര്യം. ഏற்கனவே കൊട്ടാരക്കരയിൽ சொன்ன விஷயങ്ങൾ தான். ഞാൻ മുൻപേ കൊട്ടാരക്കരയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. It's for an important matter. I narrated this at Kottarakara. അവർ നല്ല ജപം பண்ணுவார். പക്ഷേ താൻ ഒരു പ്രാർത്ഥനാവീരനായിരുന്നു. But he was a warrior of faith. അവരുടെ കുടുംബ ജപം 2 മണി നേരം. തന്റെ കുടുംബ പ്രാർത്ഥന 2 മണിക്കൂർ നീളും. They would spend 2 hours in family prayer. പാട്ട് പാടി, പാട്ട് പാടിയിട്ട്, They would sing songs, നിറമ്പി, ആത്മാവിൽ നിറഞ്ഞിട്ട്, be filled with the Spirit, ദീർഘദർശനം ചൊല്ലി, പ്രവചനം പറയും, talk prophecy. அந்த തകപ്പനാർ ചില ആലോചനകളെ ചൊല്ലി, അപ്പൻ ചില പ്രബോധനങ്ങൾ നൽകും. Father would share counsels. 3 പിള്ളകൾ എളുമ്പി പാപാരിക്ക ചെയ്യും. മക്കൾ എഴുന്നേറ്റ്, 3 മക്കളാണ്, പാപങ്ങൾ ഏറ്റുപറയും. 3 children, they would make confession. അവരുടെ റൊട്ടീൻ. ഇതാണ് അവരുടെ പതിവ്. This was a habitual action. അവരുടെ ആ കുടുംബത്തിക്ക് വിരോധமாக ഒരുത്തൻ മന്ത്രം ചെയ്ത. ഈ കുടുംബത്തിനെതിരായിട്ടാണ് ഒരു വ്യക്തി മന്ത്രവാദം ചെയ്തത്. Against which a person applied a charm. ഇപ്പോഴും തണ്ണീരിൽ അന്ത മന്ത്രവാദി നിന്നുകൊണ്ട് നെഞ്ചളവ് വെള്ളത്തിൽ താൻ ഇറങ്ങി നിന്നു. കടസിൽ The magician stood up to the chest level water. அந்த பிசாசு வண்டாக மாறிவிட்டது. പിശാച് ഒരു വണ്ടിന്റെ രൂപമെടുത്തു. They were disguised as a beetle. உங்களோட வீட்டுக்குள்ள தலைக்கு மேல வண்டெல்லாம் பறக்குது இல்லையா? നിങ്ങളുടെ വീട്ടിലായിരിക്കുമ്പോൾ നിങ്ങളുടെ തലയ്ക്ക് ചുറ്റിലും വണ്ടുകൾ പറക്കാറില്ലേ? The battle is flying over your head. அதுதான் விஷயம். അതാ കാര്യം. That's the problem. வண்டு, ഒരു ചെറുവണ്ട്, Beetle. இந்த வண்டுக்கு இந்த குடிசை வீட்டுக்குள்ள, குடிசை வீடு தானே ஓலையெல்லாம் போய் கிடக்குது. ഒരു ചെറ്റക്കുടിലാണ്, പാവപ്പെട്ട കുടുംബം, ഒരു പാവപ്പെട്ട വീട്. அந்த வீட்டுக்குள்ள நுழைய முடிகிறதில்ல. ഈ ചെറ്റപ്പരയ്ക്കകത്ത് കടക്കാൻ ഈ വണ്ടാകുന്ന ദുരാത്മാവിന് സാധിക്കുന്നില്ല. Touched dilapidated house, this beetle is not able to enter the. மூன்றாவது பிசாசு, മൂന്നാമത്തെ പിശാച്, The third demon. அனுப்பியாச்சு, 2 അനുപ്പിയാച്ച്, 3. ഒന്നിന് പിറകെ ഒന്നായിട്ട് 3 അയച്ചു. മൂന്നാമത്തെ പിശാച്, One after another, the third one is saying, now என்ன எங்க அனுப்புற?
മന്ത്രവാദിയോട് ചോദിച്ചു, നീ എന്നെ എങ്ങോട്ടാ വിട്ടത്? He asked the magician, அந்த where do you வீடு send me? நெருப்பினால் எரியுது, ആ വീടിന് ചുറ്റിലും തീയാളി കത്തുന്നു. That house is filled with the fire. எனக்கு உள்ள போக முடியவில்லை. എനിക്ക് അങ്ങോട്ട് കടക്കാൻ സാധിക്കുന്നില്ല. I'm not able to enter அந்த there. பிசாசு மந்திரவாதிக்கு ஒரு அடி, ആ പിശാച് മന്ത്രവാദിക്ക് ഒരടി കൊടുത്തു. That beetle, that devil smote the அவருடைய magician. மனைவி வயர் வெடித்து சத்து போச்சு. ആ മന്ത്രവാദിയുടെ ഭാര്യ കുടല് പൊട്ടിച്ചത്തു. His wife blasted the belly and passed away. மந்திரவாதியோ தற்கொலையே செய்தான். മന്ത്രവാദി ആത്മഹത്യ ചെയ്തു. The magician committed suicide. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to God. மந்திரவாதியோட பையன் രക്ഷിക്കപ്പെട്ടാൻ பின் വളരെ വർഷങ്ങൾക്ക് പിറகு. പിൽക്കാലത്ത് ആ മന്ത്രവാദിയുടെ മകൻ രക്ഷിക്കപ്പെട്ടു. After many days, the son of the അവൻ magician got ഊഴിയத்துக்கு saved. വந்தான். താൻ ശുശ്രൂഷയ്ക്ക് വന്നു. He stepped out to do the ministry. എന്നോട് കൂടെ ഈറോഡിലെ എനിക്ക് അസിസ്റ്റന്റായി ഊഴിയം ചെയ്താൽ അവന്റെ പേര് വിക്ടർ ജോസഫ്. ഈ റോഡിൽ എന്റെ കൂടെ സഹായിയായി താൻ വേല ചെയ്തു. തന്റെ പേര് വിക്ടർ ജോസഫ്. His name is Victor Joseph. He was serving under the Lord at Herod with me as an assistant. താനാണ് ഈ സംഭവങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. He narrated this whole episode. നിനക്ക് വിരോധமாக எழும்புகிற எந்த ஆயுதமும் வாய்க்காமல் போய்விடும் என்று விசுவாசமுள்ளவங்கள் கரங்களை உயர்த்தி சத்தமாக நமது தேவாதி தேவனுக்கு ஒரு அல்லேலூயா சொல்லுவோமாக. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. It is a promise of God. Any weapon that works against you shall not prosper. பயப்படாதீங்க, പേടിക്കണ്ട. Fear not. நீ ஒருவேளை பல பிரச்சனையில், பாரத்தில், கஷ்டத்தில், வேதனையில், சமாதானம் இல்லாமல் நிம்மதி இல்லாத நிலவரத்தில் காணக்கூடும். പല പ്രശ്നങ്ങളിലും കഷ്ടങ്ങളിലും ഒക്കെ നീ കുടുങ്ങിയിട്ട് സ്വസ്ഥതയോ സമാധാനമോ ഇല്ലാതെ നീ കാണപ്പെട്ടേക്കാം. Being beset with trials, temptation, problems, you may be without peace or rest അതൊരു in your പക്കം life. இருக்கட்டும். അതവിടെ ഇരിക്കട്ടെ. Let it remain there on one side. உன்னை தேவன் எதுக்காக அழைத்தார்? ദൈവം നിന്നെ എന്തിനാണ് വിളിച്ചത്? What for has the Lord called you? ஜெயாளியாகும்படி. നീ ഒരു ജയാളിയായി തീരേണ്ടതിനാ. To be a conqueror. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be இப்படி to God. எத்தனையோ சம்பவங்கள் சொல்ல முடியும். ഇങ്ങനെ പറയുവാനാണെങ്കിൽ ധാരാളം സംഭവങ്ങളുണ്ട്. The splendid illustrations உங்கள் can be cited. வாழ்க்கையிலும் தேவன் பல அற்புதங்கள் செய்திருக்கிறார். നിങ്ങളുടെ ജീവിതത്തിലും ദൈവം അനവധി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. In your life too, God can do umpteen types of wonders. ചിലരുடைய സാക്ഷി കേട്ടാൽ ഭയങ്കരமான സാക്ഷി. ചിലരുടെ സാക്ഷ്യം നാം കേട്ടാൽ നാം തന്നെ അത്ഭുതപ്പെട്ടു പോകും. When we hear the testimony of many people, we will be அவ்வளவு astounded. பெரிய அற்புதம் தேவன் செய்திருக்கிறார். അത്ര മഹാത്ഭുതങ്ങൾ ദൈവം അവർക്കായി ചെയ്തിട്ടുണ്ട്. Such mega miracles God had done for them. தேவன் உன்னை கைவிட மாட்டார். ദൈവം നിന്നെയും കൈവിടുകയില്ല. God will never fail you. தேவன் ஜெயாளியாக மாற்றுவார். നമ്മെ ദൈവം ജയാളികളാക്കും. God will make you a conqueror. முதலில் இந்த 8 பிரமாணத்தின்படி நாம் ஜீவிப்போமாக. ആദ്യമായി ഈ 8 പ്രമാണങ്ങൾക്കനുസൃതമായി ജീവിക്കാം. First, let us practice எல்லாரும் this பைபிள் laws in our life. அடையாளப்படுத்திக் கொள்ளுங்க. ബൈബിളിൽ നിങ്ങൾ ഒന്ന് അടയാളപ്പെടുത്തുന്നത് നല്ലതാണ്. Please நான் mark அந்த in your வசனம் Bible. சொல்லிட்டே போறேன். அந்த பைபிளிலே நான் சொல்ற வசனத்திலே ஒரு ரவுண்ட் போடுங்க. അതെ, വചനങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് പോകാം. നിങ്ങളുടെ ബൈബിളിൽ ആ വചനത്തിൽ ഒരു ചെറിയൊരു വട്ടം ഇടുക. Let me touch the references. Mark in your Bible. முதலில் அந்த பைபிளுக்கு மேலே எழுதி போடுங்கள் ஆவியின் பிரமாணங்கள் 8. ആ ബൈബിളിൽ ആദ്യമായി രേഖപ്പെടുത്തി ആത്മാവിന്റെ പ്രമാണം 8. First, give the caption. 7. 7. Give the caption in the Bible that ஆவியின் there are பிரமாணம் 8 അല്ല 10 അല്ല. 7 spirits. റോമർ 8-ാം അധികാരത്തിൽ 7. ആത്മാവിന്റെ പ്രമാണങ്ങൾ എന്ന് പറയുമ്പോൾ 8-ലോ 10-ലോ നിൽക്കുന്നതല്ല. മുതലാം റോമാലേഖനം 8-ാം അധ്യായം முதலாம் வசனம். the Romans chapter is mentioned 7, முதலாம் வசனம். ഒന്നാമത്തേത്. verse 1. 2 6-ാം വസനം. രണ്ടാമത്തേത് 6-ാം വാക്യം. Second one, verse 6. 2 എഴുതുങ്ങൾ. 2 എഴുതുക. 3 9-ാം വസനം. 3-ാം പ്രമാണം 9-ാം വാക്യം. Third one is in verse number 9. 4-ാമത് 12-ഉം 13-ഉം വസനം. 4-ാം പ്രമാണം 12, 13 വാക്യങ്ങൾ. Fourth one in verses 12 and 13. 5-ാമത് 14-ാം വസനം. 5-ാം പ്രമാണം 14-ാം വാക്യത്തിൽ. Fifth one in verse number 14. 6-ാമത് 26-ാം വസനം. 6-ാമത്തെ പ്രമാണം 26-ാം വാക്യത്തിൽ. Sixth one in verse 26. 7-ാമത് 27. 7-ാമത്തെ പ്രമാണം 27-ാം വാക്യം. And the seventh one in verse 27. அதனால தான் கலாத்தியர் 5 என்ன வாசிக்கிறோம்? ஆவிக்கேற்றபடி நடந்து கொள்ளுங்கள், அப்பொழுது மாம்ச இச்சையை நிறைவேற்றாம். അതുകൊണ്ടാണ് ഗലാത്യർ 5:16-17 വായിക്കുന്നത്, ആത്മാവിനനുസരിച്ച് നടപ്പിൻ, എന്നാൽ ജഡമോഹങ്ങളെ നിവർത്തിക്കുകയില്ല. Wherefore when we come to Galatians chapter 5 verse number 16, walk according to the Spirit, then you will not fulfill the lust of the flesh. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to the name of God.
ഇനി രണ്ടാമത് നാം ചെയ്യ വേണ്ടിയ കാര്യം, നാം രണ്ടാമതായി ചെയ്യേണ്ടത്, What's the second thing we have to accomplish? ദാനിയേലിൻ ദീർഘദർശനം, ദാനിയേലെ നാം പാർക്കുമ്പോൾ നാം ദാനിയേലിനെ ശ്രദ്ധിച്ചാൽ, When you observe the case of Daniel, ദാനിയേൽ 6:28 ദാനിയേൽ 6:28 പ്രകാരം, according to Daniel chapter 6 verse 28, ദാനിയേലിൻ കാര്യങ്ങളെല്ലാം ജയமாக കാണപ്പെട്ടത് என்று തമിഴിൽ വാസിக்கிறோം. തമിഴിൽ കാണുന്നു ദാനിയേലിന്റെ കാര്യങ്ങൾ ജയമായിരുന്നു, മലയാളത്തിൽ ശുഭപ്പെട്ടിരുന്നു എന്ന് കാണാം. in Tamil translation we read, in everything Daniel became victorious, ഇംഗ്ലീഷിലെ prosper. ജയം. ദാനിയേലിന് എല്ലാ വിഷയത്തിലും ജയം. ദാനിയേലിന് സകല വിഷയങ്ങളിലും ജയം. Daniel attained victory in everything. അവനെ ബലവീനപ്പെടുത്തുമ്പടിയാക ജ്യോതിസ്യർ, മന്ത്രവാദികൾ, മറ്റ് ജ്ഞാനികൾ എவ்வளവും പ്രയാസപ്പെട്ടാറുകൾ എന്ന് നമുക്ക് യാവർക്കും തെരിയും. അവനെ ബലഹീനനാക്കുവാൻ അവിടെയുള്ളതായ ജ്യോതിഷികളും ശകുനവാദികളും ആഭിചാരകന്മാരും എത്രയോ പരിശ്രമിച്ചെന്ന് കാണാം. You know, to weaken him, all the magicians, all the sorcerers, men of witchcraft, men of divination made all attempts. ஆனால் ദാനിയേൽ 6-ാം അധികാരത്തിൽ വാസിക്കുമ്പോൾ, എന്നാൽ ദാനിയേൽ 6-ാം അധ്യായത്തിൽ, However, as we turn to Daniel chapter 6, அந்த 21-ാം വസനത്തിൽ വാസിക്കുമ്പോൾ, 21-ാം വാക്യം വായിച്ചാൽ, particularly verse 21, അങ്ക നാം എന്നെ വാസിக்கிறோം, നമുക്ക് അവിടെ എന്ത് കാണാൻ കഴിയുന്നുണ്ട്? what do we read there from? അവൻ രാജാവിനിടത്തിൽ ചൊല്ലുகிறாർ, താൻ രാജാവിനോട് പറയുന്നു, He says to the king, രാജാവേ, ഞാൻ ഉമ്മുക്കും ദേവനുക്കും വിരോധமாக ഒരു പാപവും ചെയ്യവില്ല. രാജാവേ, തിരുമേനിക്ക് വിരോധമായും ദൈവത്തിന് വിരോധമായും ഞാൻ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല. Thy Majesty, before you and before God, I haven't done any guilt. 6-ാം അധികാരം 21-ാം വസനം. 6:21. Chapter 6 verse 21. അപ്പൊ നിന്റെ കാര്യം, നീ ജയജീവിയം ചെയ്യ വേണ്ടുമാനാൽ, നിനക്കൊരു ജയജീവിതം നയിക്കണമോ, You not to maintain an overcoming life. ദേവനുക്കും മനുഷ്യനുക്കും വിരോധமாக നീ കുറ്റമറ്റ മനസാക്ഷിയുടേവനാക കാണപ്പെട വേണം. നീ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷിയുള്ളവനായി ജീവിക്കൂ. You must maintain a clear conscience towards God and man. എല്ലാ വേദനയെ പാർക്കിലും പെരിയ വേദന മനസാക്ഷിயின் വേദന. പല വേദനകളുണ്ട്, എന്നാൽ ഇതിനേക്കാളെല്ലാം വലിയ വേദന എന്നത് മനസാക്ഷി കുത്തുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണ്. Pricking consciousness creates greater pain than all other branches of മറ്റെല്ലാ pain. വേദനയും സഹിக்கலாம். മറ്റു വേദനകളെ നമുക്ക് താങ്ങാൻ കഴിയും, You can tolerate all other kinds മനസാക്ഷി of pain. കുത്തുമ്പോഴുള്ള വേദനയെ താങ്ക മുടിയാ. എന്നാൽ മനസാക്ഷിയിൽ കുത്തലേൽക്കുമ്പോഴുള്ള വേദന അത് അസഹനീയമാണ്. You cannot bear the scruples of the conscience. ഒരു മുറ നമ്മുടെ ഒരു പെരിയ പാസ്റ്റർ, ഒരിക്കൽ നമ്മുടെ ഒരു വലിയ പാസ്റ്റർ, Once one of our prominent pastors, അങ്ങനെയുള്ള ഒരു വിശ്വാസിയുമാകെ ചില ഒരു വിഷയത്തിൽ തർക്കമുണ്ടായി. ഒരു വിശ്വാസിയുമായിട്ട് ഒരു വിഷയത്തിൽ ഒരു വാഗ്വാദമുണ്ടായി. he made an argument with some believers there. ശനിക്കിഴമ കാത്തിരിപ്പ് കൂട്ടം മുടിച്ച പിറക്, ശനിയാഴ്ച കാത്തിരിപ്പ് യോഗത്തിന് ശേഷമായിരുന്നു. Saturday evening after the tarry meeting, அந்த പാസ്റ്റർക്ക് ഒരു സ്വഭാവമുണ്ട്. പാസ്റ്റർക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. pastor had a specific யாரு nature. முதலில் போய் சொல்லுகிறார்களோ அவனுக்கு தான் ஜெயம். ആര് കാര്യം ആദ്യം പോയി പറയുന്നോ അവന് ജയം കിട്ടും. Who will report first, he will win. രണ്ടാമത് சொல்றவன் தான் உண்மையாக, ஆனா அவன் சொன்ன ஒன்னு எடுக்க மாட்டான். രണ്ടാമത്തവൻ പറയുന്നതായിരിക്കും വാസ്തവം, പക്ഷെ അതെടുക്കുകയില്ല. Perhaps the second report might be the true one, but he would not consider. அதனால அந்த பிரதருமாக பெரிய தர்க்கம். ആ ബ്രദറുമായിട്ട് ഒരു വലിയ വാഗ്വാദം. Therefore, a heated argument with that brother. எல்லா விசுவாசிகளும் வந்து அந்த பிரதரை, ஏன் நீ சட்டம் போடுற, பேசாம விடு சொல்லி അവരെ കൂട്ടിക്കൊണ്ടു പോയി. വിശ്വാസികളെല്ലാം വന്ന് ആ സഹോദരനോട് എന്തിനാ നീ ഒച്ച ഉണ്ടാക്കുന്നത്, അതങ്ങ് വിടുക എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി. All the believers came, pacified the brother, and he was withdrawn. അവൻ തന്റെ വീട്ടിൽ ചെന്ന് കരങ്ങളെ ഉയർത്തി മുഴങ്കാൽ പടിയിട്ട് ജപിച്ചു കൊണ്ടിരുന്നു. താൻ തന്റെ വീട്ടിൽ ചെന്ന് മുഴങ്കാലിൽ നിന്ന് കരങ്ങളെ ഉയർത്തി ദൈവത്തോട് അവൻ നിലവിളിച്ചു. That brother reached home, kept on the knees, lifted up his hands, prayed to ஆனால் God. இந்த பாஸ்டர், എന്നാൽ ഈ പാസ്റ്ററോ, However, this pastor, தூதுக்காக தேவ சமூகத்தில் தன்னை தாழ்த்தி കാത്തു കൊണ്ടിരിക്കും. താൻ പിറ്റേ ദിവസത്തെ ദൂതിനു വേണ്ടി ദൈവസന്നിധിയിൽ താഴ്ത്തി കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു. to have the message to be delivered the next day, he humbled himself in the presence of God and was praying. മനസാക്ഷി കുത്ത തുടങ്ങി. ഇപ്പോൾ പാസ്റ്ററുടെ മനസാക്ഷി കുത്തുവാൻ തുടങ്ങി. His conscience started pricking. നീ சொன்னதெல்லாம் തപ്പ്, നീ ചെയ്തത് പറഞ്ഞതെല്ലാം തെറ്റാണ്, Your entire argument is wrong. നീ പോയി മன்னிப்பு കേൾ. നീ പോയി ക്ഷമ ചോദിക്കും. Go and apologize. അന്ന് രാത്രി 1 മണിക്ക് അർദ്ധരാത്രി 1 മണിക്ക് Same night at 1 o'clock, താൻ സൈക്കിൾ എടുത്ത്
താൻ സൈക്കിൾ ചവിട്ടി He took the cycle, அந்த பிரதரோட வீட்டுக்கு போனான். ആ സഹോദരന്റെ വീട്ടിൽ ചെന്നു. reached the house of that brother. அவருடைய வீட்டு மாடி வீடு. തന്റെ വീട് ഒരു മുകളിലത്തെ നിലയിലുള്ള വീടാണ്. It was a storied house. സ്റ്റെപ്പ് ഏറി ചെല്ലുമ്പോൾ ആ പടി കയറി ചെല്ലുമ്പോൾ As he trekked on the அவருடைய stairs, സ്തോത്ര ശബ്ദം കേൾക്കലാം. തന്റെ സ്തോത്ര ശബ്ദം കേൾക്കാമായിരുന്നു. the ringing of the praising of their brother was echoing. ഉടനെ ഡോർ തട്ടിനാൻ. താൻ വാതിൽക്കൽ നിന്ന് മുട്ടി. He knocked at the door. തുറന്ന താൻ വാതിൽ തുറന്നു. The door was opened. ആ ബ്രദറെ இந்த പാസ്റ്റർ കെട്ടിപ്പിടിച്ച് ആ സഹോദരനെ ഈ പാസ്റ്റർ ആലിംഗനം ചെയ്തു. This pastor embraced that எனக்கு brother, മന്നിയും എന്ന് ചൊല്ലി മன்னிப்பு കേട്ട. എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ക്ഷമ ചോദിച്ചു. requested, forgive unto me. ഞാൻ വിഷയങ്ങൾ தெரியாமல் பேசி കാര്യമറിയാതെ പറഞ്ഞു പോയതാണ്. Without knowing, I spoke against you. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to God. அந்த பிரதர் மன்னிப்பு கேட்ட. ആ സഹോദരനും തിരിച്ച് ക്ഷമ ചോദിച്ചു. Vice versa, that brother also apologized. ഞാൻ ദൂതുക്കാக കാത്തു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ദൂതനായി കാത്തിരിക്കുമ്പോൾ When I was waiting for the message, பெரிய வேதனை உண்டாயிற்று. എന്റെ മനസ്സാക്ഷിയിൽ എനിക്കൊരു വലിയ വേദനയുണ്ടായി. I had excruciating pain in my ஆண்டவர் சொன்னார், conscience. இப்போதே போய் மன்னிப்பு கேளு. കർത്താവ് എന്നോട് പറഞ്ഞു, ഉടനെ പോയി ക്ഷമ ചോദിക്കണം. God directed me to come and apologize. மன்னிப்பு கேட்டார். ക്ഷമ ചോദിച്ചു. He asked pardon. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to God. மன்னிப்பு கேட்ட உடனே அந்த இடத்திலே தூது கிடைச்சது. താൻ ക്ഷമ ചോദിച്ച ഉടനെ അവിടെ വെച്ച് തന്നെ തനിക്ക് ദൂത് കിട്ടി. No sooner did he apologize than he got the message. அதான் தேவனுக்கும் மனுஷனுக்கும் முன்பாக குற்றமற்ற நல்மனசாட்சியுடையவராக காணப்பட வேண்டும். ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത നല്ല മനസ്സാക്ഷിയുള്ളവരായി നാം ജീവിക്കേണ്ടിയിരിക്കുന്നു. We have to maintain a good conscience before God and men. அப்போஸ்தல நடபடிகள் 23 அதிகாரம் 1 வசனம் 24 அதிகாரம் 15 16 വസനങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 23 അധ്യായം 1 വാക്യം, 24 അധ്യായം 15 16 വാക്യങ്ങൾ. Acts of Apostles chapter 23 verse number 1, 24 verse 15 and 16. ஆகையால் നമ്മുടെ മനസാക്ഷിയെ നാം പാതുകാത്ത് ജീവിത്താൽ ജയജീവിയം ചെയ്യலாம். മനസാക്ഷിയെ കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്നെങ്കിൽ ജയജീവിതം നമുക്ക് സാധ്യമായി തീരും. Therefore, if we keep our good conscience, we can accomplish and ദാവീദ് overcome life. മനസാക്ഷിയെ പാതുകാത്ത്. ദാവീദ് തന്റെ മനസാക്ഷിയെ സൂക്ഷിച്ചു. David kept his conscience. அந்த ராஜாவோடு பேசும்போது ആ രാജാവിനോട് പറയുമ്പോൾ When he was talking with the king, ദാനിയേലെ സിംഹക്കുഴിയിൽ പോട്ടാർ. ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിലിട്ടു. Daniel was cast into the lion's രാജാവ് den. തൂക്കം വരവില്ല. അന്ന് രാത്രി ആ രാജാവിന് ഉറക്കമൊന്നുമില്ല. The king had become sleepless. വിടിയർ കാലയിൽ വന്ന് പാർക്കുമ്പോൾ താൻ പുലർച്ചെ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ Early morning he came and watched. ദാനിയേൽ സിംഹക്കുഴിയിൽ സ്തോത്രാരാധന നടത്തിക്കൊണ്ടിരുന്നു. ദാനിയേൽ സിംഹക്കുഴിയിൽ ഒരു സ്തോത്രാരാധന നടത്തുന്നു. In the Daniel was leading the morning praising. അവർ വിഷയങ്ങൾ ചൊല്ലി സ്തോത്രം പണ്ണുമ്പോ സിംഹം കൂടെ അത് സ്തോത്രം പണ്ണത്. ദാനിയേൽ സ്തോത്രം அப்படிதான் எங்களுக்கு டீச்சர்ஸ் சொல்லி கொடுத்தாங்க, சண்டே ஸ்கூல் டீச்சர்ஸ். வசனம் ஒன்றும் தெரியாது, அப்படி வேண்டுமான அந்த டீச்சர்ஸ் போய் கேளுங்க. ഞങ്ങളുടെ സൺഡേ സ്കൂൾ അധ്യാപകർ ഞങ്ങളിങ്ങനെ പഠിപ്പിച്ചതാണ്. വചനത്തിൽ ഉണ്ടോന്ന് ഇരുന്നൂടാ, സംശയമാണെങ്കിൽ നിങ്ങൾ അവരോട് പോയി ചോദിക്കുക. As Daniel was telling the subject, the lions approved of. സിംഹക്കുഴിയിലും ദാനിയേൽ തന്റെ ജപത്തെ വിടവില്ല. സിംഹത്തിന്റെ ഗുഹയിലും ദാനിയേൽ തന്റെ പ്രാർത്ഥന വിട്ടിട്ടില്ല. Even in the lion's den, Daniel did not give up his praising and prayer. ദാനിയേലേ, ഉന്നെ വിടുവിക്ക ഉൻ ദേവൻ ബലമുള്ളവനാരോ. ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ സിംഹവായിൽ നിന്ന് വിടുവിക്കുവാൻ പ്രാപ്തനായോ? Lord Daniel, your God whom you are continuously worshipping is strong enough to deliver you from the lion's mouth. ദാനിയേൽ സിംഹക്കുഴിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. Daniel is rescued from the രാജാവേ, lion's den. നീണാൾ വാഴ്. രാജാവേ, നീണാൾ വാഴുക, ജയ ജയ. Thy majesty live നാം forever. ആരുടെ എന്നെ ചൊല്ലിയിരിക്കോം? നമ്മളാണെങ്കിൽ എന്ത് പറയും? Were it we, what did we say? എടാ ദ്രോഹി, കുഴിയിൽ പോട്ട് വിട്ടിട്ട് ഇപ്പൊ വരിക. മഹാപാതകി, എന്നെ കുഴി തള്ളിയിട്ടിട്ടാണോ ഇപ്പൊ രാവിലെ വന്ന് നോക്കുന്നത്? You traitor, cast me into the lion's den. This morning you are coming to see. അവനക്ക് അന്ത കസപ്പില്ല, വൈരാഗ്യമില്ല, ഒന്നുമില്ല. ദാനിയേലിൽ ഈ കയ്പോ വിദ്വേഷമോ പകയോ ഇല്ലായിരുന്നു. No spirit of indignation and vengeance in him. തന്റെ മനസാക്ഷി നിർമ്മലമായിരുന്നു. His conscience was clear. മനസാക്ഷി ശുദ്ധമാനാൽ നമുക്ക് യാരോട് കസപ്പ് ഇരിക്കാതെ. നമ്മുടെ മനസാക്ഷി നിർമ്മലമോ നമുക്ക് ആരോടും കയ്പ് കാണുകയില്ല. If we have a pure conscience, we will not have bitterness with anybody. രാജാവേ, നീണാൾ വാഴുക. തിരുമേനി, നീണാൾ വാഴുക. Long live the king. ഞാൻ ഒരു തപ്പും ചെയ്യവില്ല. ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. We didn't do any crime. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to God. அப்படிப்பட்ட മനസാക്ഷിയെ നാം പാതുകാത്താൽ ജയാളിയാക നാം മാറലാം. ഇങ്ങനെ മനസാക്ഷിയെ സൂക്ഷിച്ചാൽ ജയാളികളായി തീരാം. Thus, if we maintain a good conscience, we can ഇനി become conquerors. മൂന്നാമത്, മൂന്നാമത്, Third aspect is,
ദാനിയേൽ 1-ാം അധികാരം 8ഉം 12ഉം വസനങ്ങളെ വാസിക്കുമ്പോൾ ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം 8-12 വാക്യങ്ങൾ വായിച്ചാൽ Daniel chapter 1 verses 8 and 12. അങ്ങ് ദാനിയേലിൻ പ്രതിഷ്ഠയെ കുറിച്ച് വാസിക്കണം. ദാനിയേലിന്റെ പ്രതിഷ്ഠാ ജീവിതം നമുക്ക് കാണാം. We read about the consecration of Daniel. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to God. 8ാം വസനത്തിൽ 8ാം വാക്യത്തിൽ In verse number 8, ദാനിയേൽ തന്റെ ഹൃദയത്തിൻ ആഴത്തിൽ പ്രതിഷ്ഠ ചെയ്ത ദാനിയേൽ തന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ആഴത്തിൽ ഒരു തീരുമാനം പ്രതിഷ്ഠ ചെയ്തു. Daniel purposed in the deeper caverns of his conscience. 12ാം വസനത്തിൽ 12ാം വാക്യത്തിൽ Verse number 12, அந்த தீர்மானத்தை அவன் ஆரியோக்கினிடத்தில் சொன்னான். തന്റെ തീരുമാനം താൻ അരിയോക്കിന്റെ അടുക്കൽ അറിയിച്ചു. the same is communicated to Arioch. നാമും പ്രതിഷ്ഠയുള്ളവരാக കാണപ്പെട வேண்டும். നാമും പ്രതിഷ്ഠയുള്ളവരായി കാണപ്പെടേണം. We too must hold fast to this ഊഴിയർക്കും consecration. പ്രതിഷ്ഠയുണ്ട്, വിശ്വാസികൾക്കും പ്രതിഷ്ഠയുണ്ട്. ശുശ്രൂഷകർക്ക് പ്രതിഷ്ഠയുണ്ട്, അതുപോലെ വിശ്വാസികൾക്കും പ്രതിഷ്ഠയുണ്ട്. There is consecration for the workers. Meanwhile, there is one for the believers too. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to God. വിശ്വാസികളുടെ പ്രതിഷ്ഠ എന്ന് ചൊല്ലുമ്പോൾ മത്തേയു 10-ാം അധികാരം 37, 38, 39 വസനങ്ങൾ. മത്തായി 10-ാം അധ്യായം 37, 38, 39 വാക്യങ്ങൾ വായിച്ചാൽ വിശ്വാസികൾക്ക് വേണ്ടതായ പ്രതിഷ്ഠയെ കാണാം. Matthew's Gospel chapter 10 verses 37, 39. We read about the consecration ദേവനെ meant for the believers. എന്താ കാര്യത്തെയും അധികமாக നേസിക്കലാകാത്ത ദൈവത്തെക്കാളുപരി യാതൊന്നിനെയും സ്നേഹിക്കരുത്. More than God, you must not love anything or anybody. ഊഴിയர்கள் പ്രതിഷ്ഠ உங்களுக்கு தெரியும். ശുശ്രൂഷകളുടെ പ്രതിഷ്ഠ നിങ്ങൾക്കറിയാമല്ലോ. You know the consecration of the workers. ஆனால் ஊழியരുടെ പ്രതിഷ്ഠയിൽ ഇനി ഒരു പകുതി ഉണ്ട്. ശുശ്രൂഷകളുടെ പ്രതിഷ്ഠയിൽ വേറെ ഒരു ഭാഗം ഊഴിയർക്കാக சொல்லுகிறேன். ഞാനത് ശുശ്രൂഷകരുടെ അറിവിലേക്ക് പറയുന്നു. Still, there is another aspect of consecration for the ministers. എസെക്കിയേൽ 34-ാം അധികാരം 2-ലിരുന്ന് 10 വരെ വാസിക്കുമ്പോൾ യെഹെസ്കേൽ 34-ാം അധ്യായം 2 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. Ezekiel 34 verses 2 to 10. തങ്ങളെ മേയ്ക്കിற ഊഴിയർക്ക് മേയ്പ്പറുകൾക്ക് അയ്യോ. തങ്ങളെ തന്നെ മേയ്ക്കുന്ന ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. Woe unto the shepherds who feed themselves on. മേയ്പ്പറുകളല്ല ആടുകളെ മേയ്ക്ക வேண்டும். മേയ്പ്പന്മാർ ഇടയന്മാർ ആടുകളെയല്ലയോ മേയ്ക്കേണ്ടത്. The pastors, the shepherds should feed the flock. இப்போது മേയ്പ്പറുകൾ തങ്ങളെയേ മേയ്க்கிறார்கள். ഇപ്പോൾ ഈ ഇടയന്മാരോ അവർ തങ്ങളെയാണ് മേയ്ക്കുന്നത്. Paradoxically enough, now the shepherds feed themselves, തങ്ങളുടെ ത്യാഗ ജീവിതത്തെ വിട്ടുവിട്ട് തങ്ങളുടെ ത്യാഗജീവിതം വിട്ടുകളഞ്ഞിട്ട് living their life തങ്ങൾ of sacrifice, ജീവിതത്തെ വിട്ടുവിട്ട് തങ്ങളുടെ പ്രതിഷ്ഠാ ജീവിതം തള്ളിക്കളഞ്ഞിട്ട് keeping off their life of dedication. ദേവനുടെ പണത്തിനാൽ ഉന്നെ നീ മേയ്ത്താൽ, ദൈവത്തിന്റെ പണം ഉപയോഗിച്ച് നിന്നെ തന്നെ പോഷിപ്പിച്ചാൽ മേയിച്ചാൽ, By spending the money of God, if you feed yourself on, ഉനക്ക് അയ്യോ കഷ്ടം എന്ന് വേദത്തിൽ വാസി. ബൈബിൾ പറയുകയാണ് നിനക്കയ്യോ കഷ്ടം. the Bible says, "Oh unto you." അവരെ താൻ ദേവൻ ഊഴിയത്തിലിരുന്ന് വെളിയെ തുരത്തുகிறாർ. അവരെയാണ് ദൈവം ഈ ശുശ്രൂഷ വേലയിൽ നിന്ന് പുറന്തള്ളുന്നത്. Such are driven out from this ministry by God. അവരുടെ 10-ാം വസനം പഠിയുക. 10-ാം വാക്യം. Verse 10. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇടയന്മാർക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ എൻ്റെ ആടുകളെ അവരുടെ കയ്യിൽ നിന്ന് ചോദിച്ച് ആടുകളെ മേയ്ക്കുന്ന വേലയിൽ നിന്ന് അവരെ നീക്കിക്കളയും. ഇടയന്മാർ ഇനി തങ്ങളെ തന്നെ മേയ്ക്കുകയില്ല. എൻ്റെ ആടുകൾ അവർക്ക് ഇരയാകാതെ ഇരിക്കേണ്ടതിന് ഞാൻ അവയെ അവരുടെ വായിൽ നിന്ന് വിടുവിക്കും. கர்த்தராகிய ஆண்டவர் சொல்லுகிறார், இதோ நான் மேய்ப்பருக்கு விரோதமாக வந்து மேய்ப்பர்களுக்கு விரோதமாக வந்து என் ஆடுகளை அவர்கள் கையிலே கேட்டு கையிலிருந்து கேட்டு மேய்ப்பர் இனி தங்களையே மேய்க்காதபடி மேய்ப்பர்கள் இனி தங்களையே தங்களுடைய தேவைகளை தங்களுடைய வாஞ்சையை நிறைவேற்றாமல் மந்தையை மேய்க்கும் தொழிலை விட்டு மந்தையை மேய்க்கும் தொழிலை விட்டு அவர்களை விலக்குவர். ഞാൻ അവരെ നീക്കിക്കളയും. ஊழியமிட காரணம் என்ன? ഈ വേല വിട്ടുപോകുവാൻ കാരണമെന്ത്? What's the reason they give up this ministry? என்னுடைய அனுபவத்தில் இப்ப 47 வருஷமாக நான் இந்த ஊழியம் செய்கிறேன். ഞാൻ എന്റെ അനുഭവം പറയുകയാണെങ്കിൽ 47 വർഷമായി ഞാൻ ഈ വേല ചെയ്യുന്നു. My personal experience for the past 47 years I have been doing this ministry. ഈ കൊട്ടാരക്കരയിൽ തന്നെ ഞാൻ 2 വർഷം ശുശ്രൂഷ ചെയ്തിട്ടുണ്ടല്ലോ. This Kottarakara I rented ministry for 2 years. തിരുവനന്തപുരത്തിൽ 3 വർഷം. തിരുവനന്തപുരത്ത് 3 വർഷം. In Trivandrum 3 years. 3-2-5 വർഷത്തെ പഴക്കം എനിക്ക് കേരള. എനിക്ക് കേരളവുമായിട്ട് ഈ 3-2 5 വർഷത്തെ പരിചയമേ ഉള്ളൂ. Thus in Kerala I put on 5 years of service. சொல்லுகிறேன், ஒரு பைசாய்க்கு
ഞാൻ ഇന്നാൾ വരയ്ക്കും ഒരു പൊരുൾ വാങ്ങിയതില്ല. ഞാൻ ദൈവസ്ഥനിൽ പറയുകയാണ്, ഞാൻ ഒരു പൈസയ്ക്ക് പോലും ഇന്ന് വരെ ഞാനായിട്ട് എനിക്ക് വേണ്ടി ഒന്നും വാങ്ങിയിട്ടില്ല. In the presence of God, let me make it clear, by spending my own money, I haven't bought anything for me. എന്റെ തേവകളെല്ലാം ദേവൻ സന്ധിക്கிறாർ. എന്റെ ആവശ്യങ്ങളെല്ലാം ദൈവം നിറവേറ്റി തരുന്നു. God is meeting all my needs. എൻ്റെ ഒരു മൊബൈലുണ്ട്. എന്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോണുണ്ട്. I got a mobile set. ദൈവം തന്നതാണ്. God has ഈ given me the ബൈബിൾ same. ദൈവം തന്ന ബൈബിൾ. വേദപുസ്തകം ദൈവം തന്നു. Copy of the Bible, God has എല്ലാം given me. ദേവനുടെ പൊരുൾ. എന്റെ ആവശ്യങ്ങൾക്ക് ദൈവം തന്ന വസ്തുക്കൾ എന്റെ കയ്യിലുള്ളൂ. God has supplied everything required of me. ഇപ്പൊ എനിക്കൊരു മൊബൈൽ കിടച്ചാച്ച് ഇപ്പോൾ എനിക്കൊരു മൊബൈൽ ഫോൺ ലഭിച്ചു. I got a mobile set. റൂമിൽ ഇருக்கு. അത് റൂമിലുണ്ട്. That is in the room. 1.5 ഇഞ്ച് നീളമുള്ള മൊബൈൽ. 1.5 ഇഞ്ച് ഇവളെന്താ ഒരു 1.5 ഇഞ്ച് നീളമുള്ളതായ ഒരു കൊച്ചു മൊബൈൽ. A small mobile as long as 1.5 inches. ദേവനക്ക് മൊബൈൽ പേര് ഹോപ്പ്. ഓപ്പ് എന്നാണ് എന്റെ പേര്. His name is Op. അത് ആള് ചിന്നതാണെങ്കിലും കാന്താരിത. ചെറുതാണെങ്കിലും കാന്താരിയാണ്. Oh, that is small, but it is poignant. എന്തൊരു ശബ്ദം! What a volume it is. ആള് ചിന്നതാ കാന്താരിത. ആള് ചിരിയുള്ളൂ, ഒരു കാന്താരി. Small one, but acid line. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to ദേവൻ God. തന്നാ. ദൈവം തന്നു. God has ഞാനൊന്ന് provided. കടയിൽ പോയി വാങ്ങുறதில்ல. ഒരു നാളും കൂടെ കൊട്ടാരക്കരയിൽ ഏതാ കടയിൽ പോയിരിക്ക, അതായത് ജപத்துக்காக പോയിരിக்கிறேன். കടയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോയതല്ലാതെ കടയിലെ മാസം പിറക്കുമ്പോൾ 1-ാം തീയതി പോയി ജപിച്ച് ഞാൻ വരുവേ. വർഷാരംഭത്തിൽ അതെന്റെ വിശ്വാസികളുടെ കടയിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുണ്ട്. അങ്ങനെയല്ലാതെ ഞാൻ ഈ കൊട്ടാരക്കരയിൽ കടയിൽ ഒരു പോയിട്ടില്ല. പൈസയ്ക്ക് ഞാൻ இந்த കൊട്ടാരക്കരയിൽ ഏതാവത് ഒരു പൊരുൾ വാങ്ങിയത് പാർത്ത വിശ്വാസികൾ ഇരുന്നാൽ ഇപ്പോഴത്തെ കരങ്ങളെ ഉയർത്താം, ഇതാവട്ടെ കൂട്ടം മുടിച്ച് ഞാൻ കിട്ട വരില്ല. അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൈ ഉയർത്താം, അല്ലെങ്കിൽ യോഗം കഴിഞ്ഞ് എന്റെ അടുക്കൽ വന്ന് പറയാം. At Kottarakara, I cannot visit any shop not to buy anything for me. എന്നോട് Rather to pray പഴക്കപ്പെട്ട for the people. വിശ്വാസികളും ஊழியர்களும் சொல்லுவார்கள், அவர்கள் அப்படி செய்ய மாட்டார்கள். എനിക്ക് പരിചയമുള്ളതായ വേലക്കാരും വിശ്വാസികളും പറയും, പാസ്റ്റർ അപ്പച്ചൻ അങ്ങനെ ചെയ്യുകയില്ല. The believers and workers who know me will say that my pastor will not do it. എന്നെ பார்த்தா என்ன கருவாடு மாதிரியா இருக்கு? എന്നെ കണ്ടാൽ ഒരു ഉണക്കമീൻ പോലെ ഇരിക്കുകയാണ്. They seem to be a dry fish. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to God. நான் ஏன் இது சொல்லுகிறேன்? ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു? Why should I narrate this? பிரதிஷ்ட முக்கியம். പ്രതിഷ്ഠയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. Consecration is important. உன் பிரதிஷ்ட முக்கியம். വിശ്വാസിയെ നിനക്ക് നിന്റെ പ്രതിഷ്ഠ അനിവാര്യം. Lord believer, your consecration ஊழியர்களே is உன் important for பிரதிஷ்ட you. முக்கியம். ശുശ്രൂഷകരെ നിങ്ങൾക്ക് പ്രതിഷ്ഠ ആവശ്യം. Lord ministers, you must hold fast to your ഇത് consecration. പ്രതിഷ്ഠയുടെ വേല. This is a ministry of consecration. മറ്റുള്ള ஊழிയങ്ങളെ പോലെയുള്ള ഊഴിയമല്ല, ഇത് പ്രതിഷ്ഠയിൻ ഊഴിയം. മറ്റുള്ള വേലകൾ പോലെയല്ല, ഇത് പ്രതിഷ്ഠയുടെ വേലയാണ്. Quite different from other ministries. This is one of മറ്റേ consecration. ഊഴിയങ്ങളും കർത്തരുടെ ഊഴിയങ്ങൾ താൻ. മറ്റുള്ള ശുശ്രൂഷകളും കർത്താവിന്റെ വേല തന്നെയാണ്. Other ministries also done by the name of the Lord. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to God. ஆனால் ജയാളിയാക നീ മാറ വേണ്ടുമാനാൽ, എന്നാൽ നീ ഒരു ജയാളിയായി തീരണമെങ്കിൽ, However, to be the conqueror, നീ പ്രതിഷ്ഠയുള്ളവനാക കാണപ്പെടവൻ. നീ പ്രതിഷ്ഠയുള്ള വ്യക്തിയാകണം. you must maintain your consecration. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to God. ഇനി നാലാമത് അടുത്തത് The fourth aspect is ജ്ഞാനസ്നാനത്തിൽ ജയത്തെ പെറ്റുകൊള്ളുകയും. ജലസ്നാനത്തിൽ നാം ജയം പ്രാപിക്കുന്നു. through water baptism we attain victory. നീ ജയാളിയാക മാറ്റപ്പെട വേണ്ടുമാനാൽ, നീ ഒരു ജയാളിയായി തീരണമെങ്കിൽ To be an overcomer, ഡെയിലി ജ്ഞാനസ്നാനം എടുക്കണം. ദിവസവും സ്നാനപ്പെടണം. every day get baptized. അത് മുടിയുമോ? ഇത് കഴിയുന്ന കാര്യമോ? Can you? ആണ്ടവർ சொன்னார் ഡെയിലി എടുക്കണം. കർത്താവ് പറഞ്ഞിട്ടുള്ളത് ദിവസേന എടുക്കണമെന്നാണ്. The Lord directed, take it എங்கே daily. വാസിக்கிறோம்? റോമർ 6:16. റോമർ 6:11 നാം അത് വായിക്കുന്നു. Romans chapter 6 verse 16 speaks about பாவத்துக்கு it. மரித்தேன் என்றும் நீதிக்காக பிழைத்திருக்கிறேன் என்றும் എണ്ണിക്കൊള്ളുങ്ങൾ. പാപസംബന്ധമായി മരിച്ചുവെന്നും നീതിക്കായി ജീവിക്കുന്നുവെന്നും നിങ്ങളെ തന്നെ എണ്ണിക്കൊള്ളുവിൻ. Reckon yourself you are dead to sin and alive for righteousness. കാരണം ജ്ഞാനസ്നാനത്തിൽ ജയം തുവങ്കുന്നത്. കാരണം ജലസ്നാനത്തിലാണ് ജയം ആരംഭിക്കുന്നത്. Because at water baptism this victory എതുക്കാக marks the beginning. ജ്ഞാനസ്നാനം എടുக்கிறோம்? നാം എന്തിനു വേണ്ടിയാണ് സ്നാനപ്പെടുന്നത്? What for are we getting baptized? ജയത്തുക്കാക. ജയത്തിനു വേണ്ടി. To have victory. നീ ജ്ഞാനസ്നാനം എടുത്തും ഉനക്ക് ജയം ഇരാവിട്ടാൽ, നീ സ്നാനപ്പെട്ടിട്ടും നിനക്ക് ജയമില്ലെങ്കിൽ, Even after being baptized, if you're not able to attain victory, ജ്ഞാനസ്നാന ഉപദേശത്തിൻപടി
നീ ജ്ഞാനസ്നാനം എടുക്കവില്ല. നീ യഥാർത്ഥ ജലസ്നാന ഉപദേശ സത്യപ്രകാരം അല്ല സ്നാനപ്പെട്ടത്. It implies, according to the scripture, water baptism, you haven't done അപ്പൊ it. ജ്ഞാനസ്നാന ഉപദേശം എന്ന് അങ്ങനെയെങ്കിൽ ജലസ്നാന ഉപദേശം എന്ത്? If so, what's the teaching of this ഒരു water baptism? ഉപദേശം റോമർ 6-ാം വാസിക്കുമ്പോൾ റോമർക്കെഴുതിയ ലേഖനം 6-ാം വായിച്ചാൽ When we turn to Romans chapter 6, verse number 6, നാം ഇനി പാപത്തുക്ക് ഊഴിയം ചെയ്യാതെ പഠിക്ക പാപ ശരീരം ഒഴിந்து പോകും പൊരുട്ട് நமது பழைய மனுஷன் அவரோடு கூட சிலுவையில் அறைந்தார் என்று അറിഞ്ഞിരിக்கிறோം. നാം ഇനി പാപത്തിന് ദാസന്മാരായി തീരേണ്ടതിന്, പാപശരീരം നീങ്ങിപ്പോകേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. knowing this, that old man is crucified with him, that the body of sin might be destroyed, and henceforth we should not never serve sin. ജ്ഞാനസ്നാനം என்பതൊരു അറിവ്. ആകയാൽ ജലസ്നാനം എന്നത് ഒരു അറിവാണ്. Water baptism is a knowledge. அந்த அறிவு என்பതൊരു ജീവൻ. ആ അറിവ് എന്നത് ഒരു ജീവൻ. That knowledge is life. ജ്ഞാനസ്നാനത്തിലെ ജീവൻ എന്ന് ജലസ്നാന സത്യത്തിലെ ജീവൻ എന്ത്? What's the life of water baptism? റോമർ 6-ാം വാസിക്കുമ്പോൾ റോമർക്കെഴുതിയ ലേഖനം 6-4 As we turn to Romans chapter 6, verse number 4, പുതുദാന ജീവൻ. അത് പുതിയ ജീവൻ. it's a new life. ജ്ഞാനസ്നാനത്തിൽ പുതിയ ജീവനെ പെറ്റുകൊള്ളുക. നാം ജലസ്നാനത്തിൽ ജീവന്റെ പുതുക്കം പ്രാപിക്കുന്നു. In water baptism, we get the newness அந்த of life. ജീവനാൽ നാം ഒരു ജയാളിயாக മാറ്റപ്പെட ഉദവി ചെയ്യുക. ആ പുതുജീവനാൽ ജയാളിയായി തീരുവാൻ അത് നമ്മെ സഹായിക്കുന്നു. Through that newness of life, we can become a conqueror. നാം ഇനി പാപത്തുക്ക് ഊഴിയം ചെയ്യാതെ പഠിക്ക നാം ഇനി പാപത്തിന് ദാസന്മാരായി തീരാതെ വണ്ണം, Henceforth, not to be servants unto sin. ശരീരം ഒഴിഞ്ഞു പോകും പൊരുട്ട് പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് The sin body should be destroyed. നമ്മുടെ പഴയ മനുഷ്യൻ അവരോട് കൂടെ സിലുവയിൽ അറൈന്താർ എന്ന് അറിഞ്ഞിരിക്കുന്നു. നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. We know that this old man is crucified with him. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to God. അപ്പോ നാം സിലുവയിൽ അറൈന്താർ എന്ന അറിവ് എപ്പോഴും കാണപ്പെട വേണ്ടും. നാം ക്രൂശിക്കപ്പെട്ടു എന്നുള്ളതായ അറിവ് നാം സദാ സൂക്ഷിക്കണം. Always we have to keep the knowledge we have been crucified with Christ. അതാവത് ഞാൻ മരിച്ചേൻ. അതായത് ഞാൻ മരിച്ചു. In other words, I am dead. ജ്ഞാനസ്നാനം என்பതൊരു മരണവും അടക്കവും. ജലസ്നാനം എന്ന് പറയുമ്പോൾ ഒരു മരണം, ഒരു അടക്കം ചെയ്യപ്പെടൽ. Water baptism is a death and a burial. അപ്പൊ ഞാൻ പാപത്തുക്ക് മരിച്ചേ. അപ്പോൾ ഞാൻ പാപത്തിന് മരിച്ചു. Which means I am dead to sin. കോപത്തുക്ക് മരിച്ചേ. കോപത്തിന് മരിച്ചു. I am dead to anger. പൊറാമയ്ക്ക് മരിച്ചേ. അസൂയയ്ക്ക് മരിച്ചു. I am dead to hostility. പൊറുമയ്ക്കല്ല എല്ലാ പാപ സ്വഭാവങ്ങൾക്കും മരിച്ചു. സകലവിധമായ പാപ സ്വഭാവങ്ങൾക്കും ഞാനിതാ മരിച്ചു. I am dead to all the sinful natures. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to God. நீங்கள் மரித்தேன் 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 என்று சொல்லும் போது മരിച്ചു 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 എന്ന് നിങ്ങൾ ഏറ്റുപറയുമ്പോൾ, As you repeatedly confess, I am dead, உடனே കൽവാരിയിൽ ഇരുന്ന ദേവനുടെ കൃപയാനത് ഉന്നെ സന്ധി. ഉടനെ കാൽവറിയിൽ നിന്ന് ദൈവകൃപ നിന്നെ തേടി വരും. immediately from Calvary, the grace of God is coming in search of you. அப்படிப்பட்டவர்கள் பாவம் செய்ய முடியாது. അങ്ങനെയുള്ളവർക്ക് പാപം ചെയ്യുവാൻ കഴിയില്ല. Such can commit to sin no more, ഞാനോ പാപസംബന്ധമായി മരിച്ചിരിക്കുന്നു. because I am dead to sin. அப்ப எப்படி மனைவி புருஷன் ரெண்டு பேரும் சண்டை போட முடியும்? പിന്നെ എങ്ങനെ ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹിക്കും? If that being so, how can there be strife between the husband and the wife? தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to God. ஞானஸ்நானம் எடுத்தேன் என்று சொல்லுவதல்ல முக்கியம். ഞാൻ ജലസ്നാനം സ്വീകരിച്ചെന്ന് പറയുന്നതിൽ കാര്യമില്ല. There's no meaning in claiming I have been baptized. ஞானஸ்நானம் எடுத்த பிறகு இந்நாள் வரைக்கும் பாபம் செய்யாமல் ஜீவிக்க தேவன் எனக்கு கிருபை செய்கிறார். ഞാൻ സ്നാനപ്പെട്ടതിന് ശേഷം ഇന്ന് വരെ പാപം ചെയ്യാതെ ജീവിക്കാൻ ദൈവം എന്നോട് കൃപ കാണിച്ചു എന്നാണ് പറയേണ്ടത്. After having been baptized so far, the Lord has enabled me to accomplish an overcoming life. பாவத்துக்கு மரித்தேன் என்றும் നീതിക്കാക പിഴത്തിരിக்கிறேன் என்றுം എണ്ണിക്കൊള്ളുங்கள். പാപസംബന്ധമായി മരിച്ചെന്നും നീതിക്കായി ജീവിക്കുന്നുവെന്നും നിങ്ങളെ തന്നെ എണ്ണിക്കൊള്ളുവിൻ. Reckon yourself you are dead to sin, remaining alive unto righteousness. മഹിമയ്ക്കുൾ പ്രവേശിച്ച യേശു അപ്പച്ചൻ ചൊല്ലുവാർ. മഹത്വത്തിൽ പ്രവേശിച്ചതായ നമ്മുടെ പ്രിയ യേശുപ്പച്ചൻ പറയാറുണ്ട്. Late in Lamenton, Pastor Yesu, who entered glory, would say, താൻ ഇതുപോലെയുള്ളതായ യോഗങ്ങളിൽ as he would conduct meetings, ഇതേ കൊട്ടാരക്കര കൺവെൻഷൻ അന്ത വയലിൽ നടത്തുമ്പോൾ അന്ന് ആ വയലിൽ കൊട്ടാരക്കര കൺവെൻഷൻ താൻ നടത്തുമ്പോൾ എങ്ക ചൊല്ലു പുലമൺ
പുലമൺ ജംഗ്ഷൻ വയലില് പുലമൺ ജംഗ്ഷന്റെ ആ ഭാഗത്തുള്ള ആ വയലിൽ മീറ്റിംഗ് നടത്തുമ്പോൾ Then the convention was conducted at the field at Pulamon ദേവനുക്ക് Junction. മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to God. 76 ആണ്ട് അങ്ക പൊയിൽ அந்த കൺവെൻഷൻ നടത്തുമ്പോൾ 76ാമത്തെ ആണ്ടിൽ അവിടെ കൺവെൻഷൻ നടത്തുമ്പോൾ In 1976, when he was holding the ചുറ്റിലും മഴ convention day, പെയ്തു. അതിന്റെ പരിസരങ്ങളിലെല്ലാം നല്ല മഴ. the neighborhood torrential rain. എന്നാൽ அந்த വയലിൽ മഴയില്ല. പക്ഷേ ആ വയലിൽ മഴ പെയ്തില്ല. Interestingly, in that field, no rain at all. വെളിയെ വരുമ്പോൾ പുറത്ത് വരുമ്പോൾ Once the meeting was over, அந்த റോഡുക്കും വയലുക്കും ഇടയിൽ ഒരു ചിന്ന തോടുണ്ട്. ആ റോഡിനും വയലിനും ഇടയിൽ ഒരു ചെറിയൊരു കൈത്തോടുണ്ട്. between the field and the road, there was a തണ്ണി stream ഒഴുകുന്നു. അതിൽ വെള്ളം നന്നായിട്ട് പാഞ്ഞൊഴുകുന്നു. that was overflowing. പരിശുദ്ധവാൻ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്ത ആവിശുദ്ധൻ കരമുയർത്തി സ്തോത്രം ചെയ്തു. The saint praised to God by ഉടനെ lifting മഴ his hand. മാറിവിട്ടത്. ഉടനെ മഴ നിന്നു. Suddenly, rain disappeared. அந்த പരിശുദ്ധവാൻ சொன்னார், ആ വിശുദ്ധൻ പറഞ്ഞു, The same saint said, പ്രിയമാനവர்களே, നാം ജ്ഞാനസ്നാനം എടുത്തവர்கள், പ്രിയരെ, നാം സ്നാനപ്പെട്ടവരാണ്. beloved ones, നാം we are the പാപത്തിற்கு baptized. മരിത്തവர்கள். നാം പാപത്തിന് We മരിച്ചവരാണ്. are dead to sin. ஆனபடியால் நீங்கள் கரங்களை உயர்த்தி பாவத்துக்கு மரித்தேன், நீதிக்காக படுத்திருக்கிறேன் என்று 10 முறை சொல்லுங்க എന്നവർ ചൊല്ലുക. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, ആകയാൽ ഞാൻ പാപസമ്മതമായി മരിച്ചുവെന്നും നീതിക്കായി ജീവിച്ചുവെന്നും കരമുയർത്തി ഒരു 10 പ്രാവശ്യമെന്ന് പറയാമോ? Therefore he asked the people to lift their hands by telling that I am dead to sin and I am remaining alive in righteousness 10 times. അറിക്കയിടുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഏറ്റുപറയുമ്പോൾ As you make such a confession, അതിനുടെ ജീവൻ ഉണ്ടാകും. അതിലെ ജീവൻ നിന്നിലേക്കുണ്ടാകും. life is generated therefrom, നീ പാപം ചെയ്യാமல் ജീവിക്കലാം. അപ്പോൾ നിനക്ക് പാപം ചെയ്യാതെ ഒരു ജീവിതം നയിക്കാം. whereby you can accomplish a അപ്പോൾ life നീ without ജയാളിയാക committing sin. മാറ്റപ്പെടലാം. അതിന്റെ ഫലമായി നീ ഒരു ജയാളിയായി തീരും. Whereupon you can become a conqueror. ജ്ഞാനസ്നാന സത്യത്തിൻപടി നാം ജീവിക്ക വേണ്ടും. അതുകൊണ്ട് നാം ജലസ്നാന സത്യപ്രകാരം ജീവിക്കാം. Therefore we have to walk according to the doctrine of water baptism. ഇന്നേക്ക് അനേകർ ജ്ഞാനസ്നാന സത്യത്തിൻപടി ജീവിക്കുന്നതില്ല. ഇന്ന് പലരും ജലസ്നാന സത്യപ്രകാരമല്ല ജീവിക്കുന്നത്. Today many people do not exercise this doctrine of water ചിലരെ baptism. പാർത്താൽ ഇവൻ രക്ഷിക്കപ്പെട്ടാലോ ഇല്ലയോ தெரியாது. ചിലരെ കണ്ടാൽ രക്ഷിക്കപ്പെട്ടതാണോ അല്ലയോ എന്ന് പോലും സംശയമാണ്. We cannot say on seeing the appearance of some people whether they are saved or not. തമിഴ്നാട്ടിൽ ഒരുവനെ പാത്ത് ഞാൻ കേട്ട്, തമിഴ്നാട്ടിൽ ഒരാളെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, In Tamil Nadu, I met a person and asked him, എടാ നീ പഴയ വിശ്വാസി, നീ രക്ഷിക്കപ്പെട്ടായ? നീ ഒരു പഴയ വിശ്വാസിയാണ്, നീ മാനസാന്തരപ്പെട്ടതാണോ? you claim to be an old Pastor, believer, have been appreciate saved. എന്താ ഭാഷ അങ്ങനെ പറഞ്ഞേ? Pastor, why should you ask so? ഇപ്പൊ നീ എപ്പടി എന്നോട് പേസുന്നേ? സത്തം ഉയർത്തി. അതുതാ ഇപ്പൊ നീ എന്നോട് സംസാരിച്ച രീതി കണ്ടില്ലേ? വല്ല ഒച്ചയിട്ട് അത് കണ്ടാൽ അറിയാം. What's the response now? You raised your volume. നിന്റെ That's why. വായിൽ പിറക്കുന്ന വാർത്തകൾ എപ്പിടിപ്പെട്ട വാർത്തകൾ? നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ എങ്ങനെയുള്ളത്? What about the nature of the words coming out of your mouth? കൃപയുള്ള വാർത്തകൾ, കൃപയുള്ള വാക്കുകൾ, Full of words of grace. മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള വാർത്തകൾ, മറ്റുള്ളവർക്ക് പ്രയോജനം വരുത്തുന്ന വാക്കുകൾ, Should be profitable to others. ഉയർപ്പിക്കും വാർത്തകൾ. ജീവിപ്പിക്കുന്ന വാക്കുകൾ. Should be quickening others. നാം ദേവജനം, നാം ദൈവജനമാണ്. We are the നാം people of ജയാളി, God. നാം ജയാളികൾ. We are നാം conquerors. ജ്ഞാനസ്നാനം എടുത്തവർകൾ. നാം We സ്നാനപ്പെട്ടവരാ. have been നിങ്ങൾ baptized. എപ്പടി പേസുகிறீர்கள்? നിങ്ങളുടെ സംസാരം എങ്ങനെ? What's the nature of your നാം conversation? ഉലകത്താരല്ലേ, നാം ലോകമനുഷ്യരല്ല. We are not of നാം the world. പാപികളല്ലേ. നാം പാപികളല്ല. We are not sinners. உன்னுடைய இருதயத்தின் எண்ணங்கள் எப்படி இருக்கிறதோ அப்படியே நீ காணப்படுவாய். നിന്റെ ഹൃദയ വിചാരങ്ങൾ എങ്ങനെയോ അതുപോലെ തന്നെയായിരിക്കും നീയും. As is the imagination of your heart, so shall you be. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to the Lord. ഒരു മനുഷ്യനെ തെരിയും ഈ റോഡില്. ഈ റോഡിലെ ഒരു വ്യക്തി എനിക്കറിയാം. To your road, I know a person. അവർ നല്ല മനുഷ്യൻ. വളരെ നല്ലൊരു മനുഷ്യൻ. He was a gentleman. ஊழியத்துக்கெல்லாம் ரொம்ப உதவி செய்வார். വേലയ്ക്ക് വളരെ സഹായി. He used to be supportive to the ministry. ഒരു വ്യാപാരി, ഒരു കച്ചവടക്കാരൻ. A businessman. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to God. ஆனால் എന്നാൽ However, എന്നാ കോപം, ഭയങ്കര മുൻകോപം. what a wrath it is. കടത്തിൽ അവരുടെ മരണം പരിതാപം. മരണം വളരെ ദയനീയമായി. Finally, he had a terrible end. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to God. നാം എപ്പടി മരിക്കണം? നമ്മൾ മരിക്കേണ്ടത് എങ്ങനെ? How should we die?
നീതിമാൻ സമാധാനത്തിൽ കടന്നു പോകുகிறாൻ. നീതിമാന്റെ അന്ത്യം അവൻ സമാധാനത്തോടുകൂടെ കടന്നു പോകുന്നു. The righteous passes away in peace. പാസ്റ്റർ യേശുപ്പച്ചൻ എപ്പടി മരിത്താർ? പാസ്റ്റേശ്യപ്പച്ചൻ എങ്ങനെയാണ് മരിച്ചത്? What about the end of Pastor AC? ഇതേ തിരുവല്ല വിശ്വാസ വീട്ടിൽ പേസിക്കൊണ്ടിരിക്കുമ്പോൾ തിരുവല്ല വിശ്വാസ ഭവനത്തിൽ മറ്റുള്ളവരോട് സംസാരിച്ചു കൊണ്ടിരിക്കവേ At Tiruvalla Faith Home, as he was engaged in conversation with others, 1976 ജൂൺ മാസം 21-ാം തീയതി തിങ്കക്കിഴമ മദ്യം 12:27 1976 ജൂൺ മാസം 21 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:27 1976 June, Monday, 12 o'clock. 12:30. പേസിക്കൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ When he was engaged in conversation, പാസ്റ്റർ പോൾ എന്നെ കൂപ്പിടുறாங்க. ഇതാ പാസ്റ്റർ പോൾ എന്നെ വിളിക്കുന്നു. behold, lo, Pastor Paul is there. He invites me. പോയിട്ട് താൻ പോയി. He passed away. ഇതുதான் പരിശുദ്ധവാന്കളിൻ മരണം. വിശുദ്ധന്മാരുടെ മരണം ഇങ്ങനെയാണ്. This is the end of the നിന്റെ saints. ജീവിതം എപ്പടിയോ അപ്പടിതാൻ ഉനക്കൊരു മുടിവുണ്ടാകും. നിന്റെ ജീവിതം ഏത് നിലയിലോ അതേ നിലയിൽ നിനക്കൊരു അവസാനമുണ്ടാകും. As is your life, so shall you meet an end. നീ ഒരു ജയാളിയാനാൽ നീ ഒരു ജയാളിയാണെങ്കിൽ If you become എந்த a conqueror, ശത്രുവും ഉന്നെ തൊട മുടിയാ. ഒരു ശത്രുവിനും നിന്നെ തൊടാൻ സാധ്യമല്ല. no enemy shall touch you, കാരണം നീ ശത്രുവെ ജയിത്ത. കാരണം ആ ശത്രുവിനെ നീ ജയിച്ചവനാണ്. because you conquered that enemy. യേശു ഉലകത്തെ ജയിത്ത. യേശു ലോകത്തെ ജയിച്ചു. Jesus overcame the world. സാത്താനെ ജയിത്ത. യേശു സത്താനെ ജയിച്ചു. മരണത്തെയും പാതാളത്തെയും ജയിത്ത. യേശു മരണത്തെയും പാതാളത്തെയും ജയിച്ചു. He overcame hell and death. അതിനാൽ മരണത്തെ പാർത്ത് പാതാളത്തെ പാർത്ത് എന്നെ சொன்னார். അതുകൊണ്ടാണ് മരണത്തെയും പാതാളത്തെയും നോക്കിയിട്ട് എന്താണ് പറയുന്നത്? That's why looking into death ഏ and hell, മരണമേ what did he ഉൻ say? കൂർ എങ്കെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? Lord death, where is thy പാതാളമേ sting? ഉൻ ജയം എങ്കെ? പാതാളമേ നിന്റെ ജയം എവിടെ? Lord death, where is thy victory? അവർ മരണത്തെ ജയിത്ത. താൻ മരണത്തെ ജയിച്ചു. He overcame death. പാതാളത്തെ ജയിത്ത. പാതാളത്തെ യേശു ജയിച്ചു. He overcame hell. നാമും ജയിക്ക വേണ്ടും. നാമും ജയിക്കണം. We too must നാമും ജയിക്ക overcome. മുടിയും. നമുക്കും ജയിക്കാൻ കഴിയും. We too can നാം overcome. ഉലകം, മാംസം, പിശാച്, മരണം, പാതാളം 5 കാര്യങ്ങളെ ജയിക്കണം. ലോകം, ജഡം, സത്താൻ, മരണം, പാതാളം എന്നീ 5 കാര്യങ്ങളെ നാം ജയിക്കണം. We must overcome the world, the devil, the flesh, death and hell. ജയാളിയാകുമ്പോഴേക്ക് ദേവൻ നമ്മെ അழைത്താർ. ജയാളികളായി തീരുവാനാണ് നമ്മെ ദൈവം വിളിച്ചത്. God has called us to be conquerors. ഇനി കടേസിയാക് ഒടുവിലായി The final point is, നമുക്കൊരു ജപജീവിയം തേവ. നമുക്കൊരു പ്രാർത്ഥനാ ജീവിതം വേണം. we must build up a life of prayer. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to God. ജപത്തിനാൽ എല്ലാവറ്റെയും ജയിക്കലാം. പ്രാർത്ഥനയാൽ സകലത്തെയും ജയിക്കാം. By prayer, we can outdo everything. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to God. എത്രയോ കുടുംബങ്ങളിൽ കുടുംബ ജപമില്ല. എത്രയോ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനയില്ല. Today, in many families, there's no regular family prayer. തനിപ്പെട്ട ജപമില്ല. വ്യക്തിഗതമായ പ്രാർത്ഥനാനുഭവമില്ല. There's no personal prayer. യേശുപ്പച്ചൻ എങ്ങൾക്ക് இந்த ஊழியர்கள் கூட்டങ്ങൾ നടത്തുമ്പോൾ சொல்லுவார். യേശുപ്പച്ചൻ ഞങ്ങൾക്ക് ശുശ്രൂഷക സമ്മേളനം നടത്തുമ്പോൾ പറയാറുണ്ട്. At the time of conducting Ocas meeting, Pastor Yesu would say, நீங்க கன்வென்ஷன் preachers தான். ശുശ്രൂഷകരെ, നിങ്ങളെല്ലാം കൺവെൻഷൻ പ്രസംഗികരാണ്. workers, you are going to be convention messengers. നല്ല കൂട്ടങ്ങൾ നടത്തുகிறாய். നിങ്ങൾ നന്നായി മീറ്റിംഗുകൾ നടത്തുന്നുണ്ട്. You are conducting meetings properly. பாடல்கள் பாடுகிறாய். നന്നായി പാട്ടുകൾ പാടും. Singing songs sweetly. கர்த்தருக்காக அதிகமாக பாடுபடுகிறாய். കർത്താവിനായി അത്യധ്വാനം ചെയ്യുന്നവരാണ്. Laboring for the sake of the name of God. കാരണം அந்த காலத்திலே ஊழியர்கள் ஒரு பைசா வேஸ்டாக்காமல் അതെല്ലാം ഊഴിയத்துக்கு ചെലവ് பண்ணுவார். ഇന്നത്തെ വേലക്കാർ ഒരു പൈസ പോലും പാഴാക്കാതെ എല്ലാം കർത്താവിന്റെ വേലയിൽ ചിലവിടും. In those days, the workers did not waste any money. Everything was spent for the sake of the ministry. പാസ്റ്റർ ടി.ജി. ഡാനിയൽ ഒരു പാസ്റ്റർ ബോംബെയിൽ ശാന്തി നഗറിൽ ഇരുന്നാർ. പാസ്റ്റർ ടി.ജി. ഡാനിയൽ എന്നൊരു പാസ്റ്റർ മുംബൈയിൽ ശാന്തിനഗർ എന്ന സ്ഥലത്തുണ്ടായിരുന്നു. As a pastor in the Pastor T. Daniel, he was at Shantinagar അവർ in ഇന്ന് Mumbai. കൊട്ടാരക്കരയിൽ ചേർന്നവർ. കൊട്ടാരക്കര സ്വദേശിയാണ്. He belonged to this part of the land. അവർ എങ്ക പോനാലും ലാൻഡ് വാങ്ങുവാർ, കഷ്ടപ്പെട്ട് വീട് കെട്ടുവാർ. താൻ എവിടെ പോയാലും വസ്തു വാങ്ങും, വളരെ പാടുപെട്ട് വീടുകൾ പണിയും. Wherever he would go, he would buy land, and with all effort he would build അങ്ങനെയുള്ള homes. മദർ സിസ്റ്റർ കറളിൻ, അവിടെയുള്ളതായ മദർ സിസ്റ്റർ കരോളിൻ ആയിരുന്നു. The then sister was Sister Caroline. ഇവർ ഇവളോവും പാടുപെടുகிறாർ. താൻ ഇത്രയും കഷ്ടപ്പെടുന്നല്ലോ. He labored to the core. சின்ன சூப்பு செய்யலாம் என்று சொல்லி கொஞ்சம் கரலும் கொஞ்சம் இந்த ആടിന്റെ എലുമ്പെല്ലാം വാങ്ങിട്ട് വന്നു. താൻ ഇത്രയും കഷ്ടപ്പെടുന്നല്ലോ, ഒരല്പം സൂപ്പ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരല്പം ആടിന്റെ കരളും അല്പം എല്ലും ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നു. In order to make soup, she bought a liver and the bone of the lamb. ഇവരത് പാത്താർ.
താനത് കണ്ടു. Pastor watched it. മദർ എന്നത്? മദറെ അതെന്താ? He asked the mother what it is. The mother denied. ഒന്നുമില്ലെന്ന് പറഞ്ഞു. മദർ ഇങ്ങ വാങ്ങ്. മദർ ഇങ്ങോട്ട് വന്നേ. Mother, come here. എന്നാ വാങ്ങിട്ട് പോறீங்க? എന്താണിപ്പോൾ വാങ്ങിക്കൊണ്ടുപോയത്? What have you bought now? சொன்னார். മദർ കാര്യം പറഞ്ഞു. Mother replied, அந்த காசு அது கொண்டு கொடுத்து அந்த காசு வாங்கிட்டு வாங்க. ഇത് തിരിച്ചു കൊണ്ട് കൊടുത്തിട്ട് ആ കാശ് കൊണ്ടുവാ. return this and get that money back. எனக்கு ഒരാൾക്ക് കൂലിക്ക് കൊടുക്കണം. ആ കാശുണ്ടെങ്കിൽ ഇന്ന് ഒരാളുടെ കൂലി കൊടുക്കാം. I have to clear the wages of a neighbor அந்த அளவுக்கு today. தங்களுடைய சரீரத்தை பாராமல் ஊழியம் செய்தார், பாடுபட்டார். തങ്ങളുടെ ശരീരസുഖം നോക്കാതെ അത്രമാത്രം കർത്താവിന്റെ വേലയിൽ അവർ അത്യധ്വാനം ചെയ്തു. That thus without caring for the health, they அப்போ labored to the core. ஏசப்பன் சொல்லுவார், അപ്പോൾ യേശുപ്പച്ചൻ പറയാറുണ്ട്, நீங்க Pastor Yesi இந்த used to say, அளவுக்கு பாடுபட்டு ஊழியம் செய்றீங்க, നിങ്ങൾ ഇത്രമാത്രം പാടുപെട്ടൊക്കെയാണ് വേല ചെയ്യുന്നത്. you are laboriously walking the vineyard of the Lord. ஆத்துமாக்களை சம்பாதிக்கிறீர்கள், ആത്മാക്കളെ നേടുന്നു. You are winning souls. ஞானஸ்நானத்துக்கு ஆத்துமாக்கள் வருகிறார்கள், സ്നാനത്തിനായിട്ട് ആത്മാക്കൾ ധാരാളം വരുന്നുണ്ട്. Souls that come forward to get water baptism. கூட்டங்கள் எல்லாம் நடத்துகிறீர்கள். കൺവെൻഷൻ മീറ്റിങ്ങുകളൊക്കെ നടത്തുന്നുണ്ട്. You conduct convention meetings. அப்போ அதெல்லாம் ஒரு கன்வென்ஷன் எவ்வளவு பிரச்சனை செலவு. അന്ന് ഒരു കൺവെൻഷൻ നടത്തുമ്പോൾ അതിഭീമമായ ചിലവൊക്കെ ആയിരുന്നു. In those days, not to conduct a convention, the expense was இப்படி நீங்க gigantic. பாடுபட்டு கர்த்தர்க்காக ஊழியம் செய்றீங்க. നിങ്ങൾ ഇങ്ങനെയൊക്കെ പാടുപെട്ടാണ് കർത്താവിന്റെ വേല ചെയ്യുന്നത്. With a great hardship, you are laboring for the ஆனா sake நான் of ஒரு the... காரியம் சொல்லுகிறேன். പക്ഷേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. Let me tell you one என்ன thing. കാര്യങ്ങൾ நீ செய்தாலும், നിങ്ങൾ ഇത്രയൊക്കെ ചെയ്താലും, Even after doing all such things, உன் தனிப்பட்ட வாழ்க்கையில் ஜெப ஜீவியம், வசன வெளிப்படுத்தல், அபிஷேகம், കൽവാരി ധ്യാനം ശുദ്ധീകരിപ്പിരാവിട്ടാൽ, നിന്റെ രഹസ്യ ജീവിതത്തിൽ നിനക്ക് പ്രാർത്ഥനയും നിനക്ക് വചന വെളിപ്പാടും കാൽവറി ധ്യാനവും ശുദ്ധീകരണവും ഇല്ല എങ്കിൽ, in your personal life, if there is no prayer life, meditate on the word of God, ഈ on Calvary and victorious പ്രയാസങ്ങളെല്ലാം life, വീഴ്ത്താം. ഇതൊന്നുമില്ല എങ്കിൽ നിന്റെ ഈ അധ്വാനമെല്ലാം വെറും പാഴ് തന്നെ. all these efforts will prove to be futile. ഞാൻ കേൾവിയെ കേൾக்கிறேன். ഞാൻ ചോദിക്കട്ടെ, Let me ask you, உங்களுடைய வீட்டில் நீங்க பல குடும்பங்கள் ஜெபம் வைக்கலாம், ஏரியா பிரேயருக்கு போகலாம், எல்லாம் செய்யலாம், எல்லா கூட்டங்களுக்கும் போறீங்க. നിങ്ങൾ പല യോഗങ്ങൾക്ക് പോയേക്കാം, ഏരിയ പ്രാർത്ഥനകളിലും മറ്റു പല കുടുംബ പ്രാർത്ഥനകൾക്കും പോയേക്കാം. you may conduct meetings at your home, visit area தனிப்பட்ட prayers and so முறையில் on. நீங்க தேவனோட ஐக்கியம் வைத்திருக்கிறீர்கள். നിന്റെ രഹസ്യ ജീവിതത്തിൽ ദൈവവുമായി വ്യക്തിപരമായ ബന്ധം നിനക്കുണ്ടോ? Do you maintain a personal fellowship with தனிப்பட்ட God? முறையில் மணிக்கூர் கணக்கு ஆவியில் நிரம்பி அந்நிய ഭാഷയിൽ பேசுறீங்களா? നീ വ്യക്തിപരമായി മണിക്കൂർ കണക്ക് ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷ സംസാരിക്കുന്ന പതിവുണ്ടോ? Personally, for hours together, I get to fill with the Spirit of God and தனிப்பட்ட communing முறையில் with God. பைபிள் படித்து வெளிப்படுத்தலை பெற்று അത് ഉന്നോட வாழ்க்கைയിൽ കൊണ്ടുവന്ന് ഉള്ളാന മനതിനെ ബലപ്പെടുത്തുകീர்களா? തനിച്ചിരുന്ന് നീ ബൈബിൾ വായിച്ച് വെളിപ്പാട് പ്രാപിച്ച് അത് നീ ധ്യാനിച്ച് നിന്റെ അകത്തെ മനുഷ്യനിൽ നീ ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? Personally, do you read the Bible, get revelation therefrom, and get the strength of the inner man? ഉன்னுடைய வாழ்க்கைയിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നീ തോറ്റു പോവാൻ. അങ്ങനെ നിനക്കൊരു അനുഭവം ഇല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നീ പരാജയപ്പെടും. If not, when problems surround you, you will be defeated. പഴയ ഏർപ്പാട്ടിൽ രണ്ട് വിധ യുദ്ധങ്ങളുണ്ട്. പഴയ നിയമത്തിൽ രണ്ട് വിധ യുദ്ധങ്ങളുണ്ട്. Because in the Old Testament, we read about two kinds of battles. ഒന്ന് പൊതുവായ യുദ്ധങ്ങൾ, One is a common battle. രാജാവും സൈന്യാധിപരും മറ്റു പരാക്രമശാലികളും ചേർന്ന് യുദ്ധം ചെയ്യുവാർ. രാജാവും സേനാധിപതിയും യോദ്ധാക്കളെല്ലാം ചേർന്ന് യുദ്ധത്തിനായി പോകും. The king, the captain, the soldiers together go to do the battle. യുദ്ധത്തിൽ ജയിപ്പാർ. ആ യുദ്ധത്തിൽ അവർ ജയിക്കും. They will conquer. ഇനിയൊരു യുദ്ധമുണ്ട്, മറ്റൊരു യുദ്ധമുണ്ട്. There is another battle. ഗോലിയാത്ത് മകളുടെ യുദ്ധം. ഗോലിയാത്തുമായിട്ടുള്ള യുദ്ധം. Battle against Goliath. ഗോലിയാത്തുക്ക് എല്ലാരും പോക മുടിയാതെ. ഗോലിയാത്തിനോട് പൊരുതുവാൻ എല്ലാവരും ഒരുമിച്ച് പോകുന്നില്ല. All cannot challenge Goliath together. ഗോലിയാത്ത് சொல்லுகிறான், നിങ്ങൾ ഒരുവൻ വാ. ഗോലിയാത്ത് പറയുന്നു, നിങ്ങളിൽ ഒരുത്തനെ അയക്കുക. Goliath challenges one among you, let him come. ഞാൻ ഇങ്ങ നിൽக்கிறேன், ഞാൻ ഇവിടെ നിൽക്കുന്നു, Let me remain നമ്മൾ here. തമ്മിൽ യുദ്ധം ചെയ്യുவோம். അത് ഞാനും അവനും തമ്മിൽ യുദ്ധം ചെയ്യാം. Each other, let's fight. അഭിഷേകം പണ്ണപ്പെട്ട സൗൽ നടുങ്ങി വിട്ടാൻ. അഭിഷിക്തനായിരുന്നുവെങ്കിലും ശൗൽ പേടിച്ച് വിറച്ചു. Even the anointed Saul is panic അവൻ stricken. പല യുദ്ധത്തിൽ ജയിച്ചവൻ താൻ. പല യുദ്ധങ്ങൾ ചെയ്ത് ജയിച്ചവനാണ്. He harvested victory in many a battle. വർഷക്കണക്കാകെ ആളുക ചെയ്തവൻ, വർഷക്കണക്കിന് രാജ്യഭരണം നടത്തിയവനാണ്. 4 years together he reigned in the country. അനുഭവമുള്ളവൻ.
അനുഭവം, വല അനുഭവങ്ങളുള്ളവൻ, one who has got profound experience. ഗോലിയാത്തുമാകെ പോരാടുമ്പോൾ തോറ്റു പോന. എന്നാൽ ഗോലിയാത്തിന്റെ കാര്യത്തിൽ ഭയചകിതനായി. During the course of the battle against Goliath, he is defeated. ഗോലിയാത്ത് സൗൽ ജയിക്കാത്തപടിയാൽ ഈ ഗോലിയാത്തിനെ ശൗൽ കീഴടക്കാത്തത് കൊണ്ട് As Saul did not overcome Goliath, സൗലിന്റെ സിംഹാസനം ഇഴന്നു വിട്ടു. ശൗലിന് സിംഹാസനം നഷ്ടമായി. Saul forfeited his throne. എന്നാൽ ദാവീദ് ഗോലിയാത്തെ ജയിത്ത. ദാവീദ് ഗോലിയാത്തിനെ ജയിച്ചു. Interestingly, David prevailed this Goliath. സിംഹാസനം ദാവീദുക്ക് കടൽത്തു. സിംഹാസനം ദാവീദിന് ലഭിച്ചു. Therefore, he got the throne. നീ ഗോലിയാത്തെ ജയിത്താൽ ഉനക്ക് സിംഹാസനം. നീ ഗോലിയാത്തിനെ കീഴ്പ്പെടുത്തിയാൽ നിനക്ക് സിംഹാസനം. If you caught Goliath, you'll be given the throne. നീ ഗോലിയാത്തെ ജയിക്കാവിട്ടാൽ നീ ഗോലിയാത്തിനെ കീഴ്പ്പെടുത്തുന്നില്ല എങ്കിൽ Unless you conquered ഉനക്ക് Goliath, സിംഹാസനമില്ലേ. നിനക്ക് സിംഹാസനം you ഇല്ല. cannot be given the throne. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to God. തനിപ്പെട്ട ഉൻ വാഴ്ക്കയിനാൽ ഗോലിയാത്തെ ജയിക്ക വേണ്ടും. നിന്റെ രഹസ്യ ജീവിതത്തിലൂടെ നീ ഗോലിയാത്തിനെ ജയിക്കണം. In your personal life, you must conquer തനിപ്പെട്ട Goliath. ജപം, നിന്റെ വ്യക്തിഗതമായ പ്രാർത്ഥന, Your personal തനിപ്പെട്ട prayer, അഭിഷേകം, നിന്റെ വ്യക്തിഗതമായ അഭിഷേകം, personal anointing, തനിപ്പെട്ട വേദവാസിത്തർ വെളിപ്പെടുത്തലെ പെറ്റുകൊള്ളുക. തനിച്ചിരുന്ന് ബൈബിൾ വായിച്ച് വെളിപ്പാടുകൾ പ്രാപിച്ചെടുക്കുക. personally reading the scripture, തനിപ്പെട്ട getting മുറയിൽ revelation, കൽവാരിയെ ധ്യാനിക്കുക. നീ വ്യക്തിഗതമായ നിലയിൽ കാൽവറിയെ ധ്യാനിക്കുക. personally meditating തനിപ്പെട്ട on മുറയിൽ Calvary, കണ്ണീർ വിട്ട് അരിക്ക പണ്ണുവത്. തനിച്ചിരുന്ന് കണ്ണുനീരൊഴുക്കി പാപങ്ങൾ ഏറ്റുപറയുക. remaining alone, എത്ര shedding പേർക്ക് tears, ഇതിന്റെ അനുഭവം making confession of the sins. എത്ര പേർക്ക് ഈ അനുഭവങ്ങളുണ്ട്? How many have this അയാൾ experience, പലരും തോറ്റുപോകുകയില്ല. ഇതില്ലാത്തത് കൊണ്ടാണ് പലരും തോൽക്കുന്നത്. without which many are defeated? നീ സൗലെ പോലെ പല യുദ്ധങ്ങൾ ജയിച്ചിരിക്കലാം. ശൗലിനെ പോലെ പല യുദ്ധങ്ങൾ ജയിച്ചവനായിരിക്കാം. Like Saul, he might have won many battles. ஆனால் ദാ ഗോലിയാത്ത് നിൽക്കുകയാണ്. എന്നാൽ ഇതാ ഗോലിയാത്ത് നിൽക്കുന്നു. However, lo, Goliath is standing before നിനക്ക് you. തനിപ്പെട്ട യുദ്ധമുണ്ട്. നിനക്ക് വ്യക്തിഗതമായ യുദ്ധങ്ങളുണ്ട്. You have to wage a ചില personal വ്യാധിയെ നീ battle. തനിപ്പെട്ട യുദ്ധത്തിൽ അന്ത വ്യാധിയെ ജയിക്ക വേണ്ടും. അത് ചില രോഗങ്ങൾ വരുമ്പോൾ നീ വ്യക്തിഗതമായ നിലയിൽ പൊരുതി അതിനെ കീഴടക്കണം. In the midst of sickness, with a personal prayer, you must conquer തനിപ്പെട്ട it. മുറയിൽ ചില പ്രശ്നങ്ങളെ നീ മേற்കൊള്ള വേണ്ടും. ചില പ്രശ്നങ്ങളെ വ്യക്തിപരമായ നിലയിൽ നീ അഭിമുഖീകരിച്ച് ജയിക്കണം. All by yourself, you have to encounter certain challenges and யாரும் outsmart எனக்கு them. உதவி செய்கிறதில்லை என்று நீ குறைவு சொல்ல முடியாது. എന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് നീ ഒരിക്കലും ആവലാതി പറയരുത്. Don't grieve, there's nobody to help me. നീ തനിപ്പെട്ട മുറയിൽ ജയിക്കണം. നീ തന്നെ അതിനെ നേരിട്ട് ജയിക്കണം. All by yourself, encounter and conquer. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to God. ദേവനുക്ക് മഹിമ. ദൈവനാമം മഹത്വപ്പെടട്ടെ. Glory be to the name of God. അതിനാലത്താൻ തനിപ്പെട്ട ഒരു ജപ വാഴ്ക്ക നമുക്ക് തേവ. അതുകൊണ്ട് തന്നെയാണ് രഹസ്യമായ പ്രാർത്ഥനാ ജീവിതം ആവശ്യം. Therefore, we have to build up a personal அப்படிப்பட்ட prayer life. അനുഭവം ഇരുന്നാൽ നീ ഗോലിയാത്തെ ജയിച്ചാൽ ഇത്യാദി അനുഭവങ്ങൾ ഉണ്ടായാൽ നീ ഗോലിയാത്തിനെ ജയിച്ചു. If you have that experience, you can conquer നീ Goliath. எப்போதும் தேவசித்தம் செய்ய முடியும். നിനക്ക് സദാ ദൈവഹിതം ചെയ്യാം. Then always you can do the will of God. അപ്പോസ്തല നടപടികൾ 13-ാം അധികാരം 22-ാം വചനത്തെ വാസിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 13-ന്റെ വാക്യത്തിൽ Acts Apostles chapter 13 verse 22. ദാവീദോ എന്റെ ഹൃദയത്തിക്ക് ഏറ്റ മനുഷ്യൻ. ഞാൻ ഇശ്ശായിപുത്രനായ ദാവീദിനെ എന്റെ ഹൃദയത്തിന് ബോധിച്ച പുരുഷനായി കണ്ടു. David is after my own heart. അവ എന്നോട് സിത്തത്തെ എല്ലാം ചെയ്യുക. അവൻ എന്റെ ഹിതമെല്ലാം നിവർത്തിക്കും. He shall fulfill all my will. അവൻ തനിപ്പെട്ട മുറയിൽ അവൻ എന്നോട് ജപിക്കിற പോരാടുகிறവൻ. അവൻ ഞാനുമായിട്ട് രഹസ്യബന്ധമുള്ളവനും പ്രാർത്ഥനയിൽ പോരാടുന്നവനുമാണ്. Personally, he is striving with me in prayer. യാക്കോബ് തനിപ്പെട്ട മുറയിൽ ദേവനോട് പോരാടി. യാക്കോബ് തനിയെ ഇരുന്ന് ദൈവത്തോട് മല്ലുപിടിച്ചു. Jacob remained alone. Personally, he was wrestling அந்த with God. അനുഭവം നമുക്ക് തേവ. ഈ അനുഭവമെല്ലാം നമുക്ക് ആവശ്യം. We have to nurture that experience. ഇനി പല വിഷയങ്ങളുണ്ട്, പിറകു ഞാൻ ചിന്തിപ്പും. പല വിഷയങ്ങളുണ്ടെങ്കിലും നമ്മുടെ സമയപരിധി കണ്ണുകളെ Many to be added into. Let me speak later. Let's close our eyes. കണ്ണുകളെ അടയ്ക്കാം. നാം ജയാളിയാകുമ്പടി നാം ദേവൻ നമ്മെ അழைத்தார். ജയാളികളായി തീരുമാൻ നമ്മെ ദൈവം വിളിച്ചു. God has called us to be conquerors. ആനപടിനാൽ ആവിക്കേറ്റപടി നടന്നുകൊള്ളും. ആത്മാവിനെ അനുസരിച്ച് നടക്കാം. Therefore, let us walk according to the Spirit. അപ്പോഴത്തെ മാംസ ഇച്ഛയെ നിറവേറ്റാം. അങ്ങനെയെങ്കിൽ ജഡത്തിന്റെ മോഹങ്ങളെ നിവർത്തിക്കുകയില്ല. If so, we will not fulfill the lust ജ്ഞാനസ്നാന of the flesh. സത്യത്തിൻപടി ജീവിക്കാൻ ഒപ്പുകൊടുങ്ങൾ. ജലസ്നാന സത്യപ്രകാരം ജീവിക്കാനായി നിങ്ങളെ ഏൽപ്പിക്കൂ. Surrender to follow the administration of water baptism. ആവിയിനാൽ ശരീരത്തിൻ ചെയ്തികളെ അഴിക്കാൻ ഒപ്പുകൊടുങ്ങൾ. ആത്മാവിനാൽ ശരീരത്തിൽ
മാംസത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവാനായി സമർപ്പിക്കൂ. Surrender to destroy the works of the flesh by the Spirit. தனிப்பட்ட முறையில் ஆவியில் நிரம்புறவங்க ஜெபிக்கிறவங்க இருந்தா ஆவி நிரம்புங்க சொன்ன உடனே ஆவி நிரம்புவாங்க. രഹസ്യമായി അനുഭവം ഉണ്ട്. രഹസ്യമായി പ്രാർത്ഥിക്കുന്നവര് ആത്മാവിൽ നിറയുന്നവരും ഉണ്ടെങ്കിൽ ഇപ്പോൾ ആത്മാവിൽ നിറയൂ എന്ന് പറഞ്ഞാൽ അവർക്ക് അനുഭവമുള്ളത് കൊണ്ട് അവർ കാത്തു നിൽക്കാതെ ഉടനെ ആത്മാവിൽ നിറയും. If people who have the nature of praying personally get people in the Spirit personally, നാം by telling എല്ലാവരും this, ജയാളികളാകുമ്പടി ദേവൻ നമ്മെ അழைத்தார். നാം എല്ലാവരും ജയാളികളാകുവാൻ ദൈവം നമ്മെ വിളിച്ചു. God has called all of us to be conquerors. ജയം കൊള്ളുகிறோம். പൂർണ്ണ ജയം പ്രാപിക്കുന്നു. In everything we conquer. ജയാളികളെ ചേർക്കുമ്പടിയാക യേശു മഹിമയിൽ വെളിപ്പെടും. ജയാളികളെ ചേർക്കുവാൻ തേജസ്സിൽ യേശു വരുന്നു. Jesus is going to appear in glory to എഴുന്നേറ്റ് gather all the conquerors. ദയവായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. Let's all stand.